ഭൂതലം മധുരകാന്തിയിൽ കതിരുകൾ കൊയ്തു കൂട്ടുന്നു. 50 ആണ്ടുകൾക്കുമപ്പുറം വന്ന വൈദിക ശ്രേഷ്ഠമുദ്രിതം. 50 ആണ്ടുകൾക്കുമപ്പുറം വന്ന വൈദിക ശ്രേഷ്ഠമുദ്രിതം. കാടുനാടാക്കി നന്മ കോരിയിട്ടനുഭവം ഗ്രാമവീഥികൾ. കാടുനാടാക്കി നന്മ കോരിയിട്ടനുഭവം ഗ്രാമവീഥികൾ. ഇവിടെ തളിരിട്ട നിർമ്മല സ്കൂളിൽ നിന്ന് 50 വയസ്സിന്റെ നിറയൗവനം. ഇവിടെ തളിരിട്ട നിർമ്മല സ്കൂളിൽ നിന്ന് 50 വയസ്സിന്റെ നിറയൗവനം. ഈ തിരുഭവനത്തിൻ കാഞ്ചന നടയിൽ നിന്നിവിടെയുണർത്തുന്നു സങ്കീർത്തനം. ഈ തിരുഭവനത്തിൻ കാഞ്ചന നടയിൽ നിന്നിവിടെയുണർത്തുന്നു സങ്കീർത്തനം. സങ്കീർത്തനം ആഹാ സങ്കീർത്തനം. ആഹാ സങ്കീർത്തനം. സ്നേഹ സങ്കീർത്തനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിഹാസത്തിൻ്റെ അടയാളമായിരുന്ന കുരിശിന് മഹത്വത്തിൻ്റെയും രക്ഷയുടെ അടയാളമായി ഉയർത്തിയ സിഹായെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. അങ്ങയുടെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിപ്പിക്കുന്ന ഈ കുരിശിനെ ദയാപൂർവം ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് ശക്തി നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മേനമ്പടത്തിൽ കുടുംബാംഗങ്ങളാണ്. അവരുടെ മരിച്ചുപോയ മകൻ സന്തോഷിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവർ കുരിശ് തന്നിരിക്കുന്നത്. ഈ കുടുംബത്തോടുള്ള നന്ദി കടപ്പാടും പിതാവിൻ്റെയും ഞങ്ങളുടെയും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ തിലകക്കുറിയായി പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി അക്ഷരവെളിച്ചം നൽകി അറിവിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയരാൻ തലമുറകളെ സജ്ജരാക്കുന്നതിന് ചമലിൽ ഒരു വിദ്യാലയത്തിന്റെ ആവശ്യകത കണ്ടറിഞ്ഞു ഫാദർ സൈമൺ വള്ളോപ്പിള്ളിയുടെ നേതൃത്വത്തിൽ 1976 നിർമ്മല UP സ്കൂളിന് ആരംഭം കുറിച്ചു. താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനം രക്ഷാധികാരിയായ അഭിവന്ദ്യ മാർ റിമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവിന്റെയും കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ടിലിന്റെയും കറസ്പോണ്ടന്റ് ഫാദർ ജിൻഡോ വരികിലിന്റെയും ഹെഡ് മിസ്ട്രസ് ജിസ്ന ജോസിന്റെയും നേതൃത്വത്തിൽ 8 ഡിവിഷനുകളിൽ 232 കുട്ടികളും 13 അധ്യാപകരുമായി ജൈത്രയാത്ര തുടരുന്നു. അറിവിനൊപ്പം മൂല്യബോധവും ശീലവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നിരവധി തലമുറകളെ അറിവിന്റെ പ്രകാശത്തിലേക്ക് നയിച്ച നമ്മുടെ വിദ്യാലയം അക്കാദമി മികവിനോടൊപ്പം സഹപാഠ്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക ഉത്തരവാദിത്തങ്ങളിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഈ വർഷത്തെ പ്രവേശനോത്സവം ഉദ്ഘാടകനായ വാർഡ് മെമ്പർ അനിൽ ജോർജിന്റെയും സ്കൂൾ മാനേജർ ഫാദർ ജിൻഡോ വരകിലിന്റെയും സാന്നിധ്യത്തിൽ വലിയ ആഘോഷങ്ങളോടുകൂടെ തന്നെ നമ്മൾ സ്കൂൾ മാനേജർ സുവർണ ജൂബിലി ഓർമ്മ മരം നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഓരോ ക്ലാസ്സിൽ നിന്നും ഗ്രീൻ ആർമി രൂപീകരിച്ചതും ഹരിത ചങ്ങല തീർത്തതും രക്ഷിതാക്കൾക്ക് ഓൺലൈൻ ക്വിസ് നടത്തി വിജയികളെ അനുമോദിച്ചതും അവിസ്മരണീയമായി. സ്കൂൾ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെടികൾ നട്ടുപിടിപ്പിച്ചു.
അതോടൊപ്പം തന്നെ ഇവിടം പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയമായി ജിസ്ന ടീച്ചർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് സ്കൂളിൽ മെഹന്തി മത്സരം സംഘടിപ്പിക്കുകയും വിജയികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു. മതം, ജാതി, ഭാഷ തുടങ്ങിയ മനുഷ്യനിർമ്മിത അതിർത്തികൾക്കപ്പുറം കുട്ടികളിൽ മതേതരത്വത്തിന്റെ മൂല്യങ്ങൾ വളർത്തുന്നതിൽ ഈ പരിപാടി നിർണായകമായി. സ്കൂൾ സുവർണ ജൂബിലിയുടെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്തെ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ഡിജിറ്റലൈസേഷൻ ഫലപ്രദമായി നടപ്പിലാക്കി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന സമഗ്ര സമ്പൂർണ്ണ ഗുണമേന്മ പദ്ധതി നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കി. കുട്ടികളുടെ പഠന നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുക, അടിസ്ഥാന കഴിവുകൾ ശക്തിപ്പെടുത്തുക, സമഗ്ര വികസനം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രത്യേക ക്ലാസുകൾ നൽകി. സ്കൂളും രക്ഷിതാക്കളും തമ്മിലുള്ള സഹകരണ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി PTA എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പ് നടത്തി. രക്ഷിതാക്കളുടെ സജീവ പങ്കാളിത്തത്തോടെ ശ്രീ ഹാസിഫ് PM പ്രസിഡന്റായും ശ്രീ നൂറുദ്ദീൻ T PTA വൈസ് പ്രസിഡന്റ് ആയും തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂളിന്റെ മറ്റു വിവിധ ചുമതലകൾ വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സ്കൂളിന്റെ അക്കാദമിക പുരോഗതിക്കും വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനും പിന്തുണ വഹിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ലഹരി ഉപയോഗം ഉണ്ടാക്കുന്ന ശാരീരികവും മാനസികവും സാമൂഹികവുമായ ദോഷങ്ങൾ കുട്ടികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിച്ചുകൊണ്ട് താമരശ്ശേരി എക്സൈസ് ഓഫീസർ ശ്രീ അതുൽ K ക്ലാസ് എടുത്തു. 24-25 അധ്യയന വർഷത്തിൽ നമ്മുടെ സ്കൂളിൽ പരീക്ഷയിൽ അഭിമാനകരമായ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ രക്ഷിതാക്കളുടെ സമ്മേളനത്തിൽ മൊമെന്റോ നൽകി ആദരിച്ചു. അധ്യാപകരുടെ മാർഗനിർദ്ദേശങ്ങളും കുട്ടികളുടെ സമർപ്പണവും രക്ഷിതാക്കളുടെ പിന്തുണയുമായിരുന്നു നമ്മുടെ വിജയത്തിന് ആധാരം. മലയാള സാഹിത്യത്തിലെ മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാഹിത്യ സംഭാവനകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി ബഷീർ ദിനാചരണം നടത്തി. കുട്ടികൾ കഥാപാത്രങ്ങളുടെ പുനരാവിഷ്കരണവും വീഡിയോ ചിത്രീകരണവും നടത്തി ബഷീർ ദിനം അവിസ്മരണീയമാക്കി. 2024-25 അക്കാദമിക് വർഷം നടന്ന സംസ്കൃത സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ മികവുറ്റ വിജയം കൈവരിച്ചു. ഉറുദു ഭാഷയോടുള്ള താൽപ്പര്യവും ഭാഷാപരമായ കഴിവുകളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഉറുദു ഭാഷ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കി. ഉറുദു ക്ലബ് ഗുൽഷന്റെ ആഭിമുഖ്യത്തിൽ ഉറുദു ഭാഷ ശാക്തീകരണാർത്ഥം സ്കൂൾ ലൈബ്രറിയിലേക്ക് ഉറുദു പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. അറബി ഭാഷയോടുള്ള വിദ്യാർത്ഥികളുടെ താൽപര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സ്കൂളിൽ അറബി ക്ലബ് രൂപീകരിച്ചു. സ്കൂൾ തലത്തിൽ നടത്തിയ അറബിക് ക്വിസ് മത്സരത്തിൽ ഉപജില്ലാ തലത്തിലേക്ക് മത്സരിക്കുന്നതിന് വിദ്യാർത്ഥികൾ അർഹരായി. വിദ്യാർത്ഥികളിൽ സഹകരണവും സംരംഭക മനോഭാവവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഫുഡ് ഫെസ്റ്റിൽ പരമ്പരാഗതവും പോഷക സമൃദ്ധവുമായ വിഭവങ്ങൾ അവതരിപ്പിച്ചു. ലഹരി വിമുക്തമായ ജീവിതത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായി ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ചമൽ അങ്ങാടിയിൽ ലഹരി വിരുദ്ധ ചങ്ങല തീർക്കുകയും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി റാലി, ഫ്ലാഷ് മോബ് എന്നിവ നടത്തുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പുകൾ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുമായുള്ള സ്കൂളിന്റെ ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ രൂപീകരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ ആരംഭിച്ച ഈ അസോസിയേഷൻ സ്കൂളിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ശക്തമായ പിന്തുണ നൽകി വരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ സ്കൂളിൽ ഒരു പ്രവേശന കവാടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. വിദ്യാർത്ഥികളിൽ സാഹിത്യബോധവും കലാപ്രതിഭയും സൃഷ്ടിപരമായ ചിന്തയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വിദ്യാരംഗം കലാ സാഹിത്യ വേദികളും ക്ലബ്ബുകളും സ്കൂളിന്റെ വളർച്ചയിൽ നിർണായകമായി. വിസ്മയച്ചെപ്പ് എന്ന പേരിൽ പ്രകാശനം നടത്തിയ രചനാ സമാഹാരം അതിന്റെ തെളിവാണ്. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ മൂല്യങ്ങളും നേതൃത്വ ഗുണങ്ങളും ഉത്തരവാദിത്വ ബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്കൂൾ ഇലക്ഷൻ വിജയകരമായി പൂർത്തീകരിച്ചു. അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നാമനിർദ്ദേശം, പ്രചാരണം, രഹസ്യ വോട്ടെടുപ്പ് എന്നിവ നടപ്പാക്കി. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ സ്കൂൾ പ്രവർത്തനങ്ങളിൽ സജീവ നേതൃത്വം വഹിക്കുന്നു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രചിന്തയും
ബഹിരാകാശ ശാസ്ത്രത്തോടുള്ള കൗതുകവും വളർത്തുന്നതിന് അധ്യാപകരുടെ നേതൃത്വത്തിൽ ചാന്ദ്രദിന പതിപ്പ് നിർമ്മാണം, ചാന്ദ്രദിന ക്വിസ് എന്നിവ നടത്തിയതിൽ നിന്നും സബ് ജില്ലാ തലത്തിലേക്ക് മത്സരിക്കുന്നതിനായി വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും മാതൃകയായ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതവും സന്ദേശവും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി അൽഫോൻസാ ദിനം ഭക്തിപൂർവ്വം ആചരിച്ചു. വിവിധ മത്സരങ്ങൾ, കുട്ടികളുടെ നൃത്ത പരിപാടികൾ, അമർജ്യോതി സ്പെഷ്യൽ സ്കൂൾ സന്ദർശനം എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തപ്പെട്ടു. വിദ്യാർത്ഥികളിലെ കലാപ്രതിഭ തെളിയിക്കുന്നതിനായി നടത്തപ്പെടുന്ന സ്കൂൾ കലാമേള മുൻ വർഷങ്ങളിലെ പോലെ തന്നെ വിജയകരമായി നടത്തി. വിവിധ ഇനങ്ങളിൽ നടത്തിയ പരിപാടികൾ കുട്ടികൾക്ക് സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഉള്ള വേദിയാക്കി മാറ്റാൻ അധ്യാപകർ പരിശ്രമിച്ചു. വിജയികൾക്ക് സമ്മാനവും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു. കലാമേള ഉദ്ഘാടകനായി വന്ന സ്കൂളിലെ പ്രധാന അധ്യാപിക സിസ്റ്റർ ജസീന്തയെ ജൂബിലി വർഷത്തിൽ ആദരിക്കുന്നതിനും കലാമേള വേദിയായി. താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി നടത്തുന്ന ടാലന്റ് ഷാറ്റ് 2.0 മെഗാ ക്വിസിൽ മേഖലാ തലത്തിലും രൂപതാ തലത്തിലും 2ാം സ്ഥാനം നേടിക്കൊണ്ട് നിർമ്മല UP സ്കൂൾ യശസ്സുയർത്തി. രാജ്യസ്നേഹവും ദേശീയ ഐക്യവും വളർത്തുന്നതിനായി സ്വാതന്ത്ര്യദിനം ദേശാഭിമാനത്തോടെ ആചരിച്ചു. സ്കൂൾ മാനേജർ പതാക ഉയർത്തിയ ചടങ്ങിൽ കുട്ടികളുടെ ദേശാഭിമാനം തുളുമ്പുന്ന വിവിധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ പാരന്റ് ഡേ ആചരണവും നടത്തി. രക്ഷിതാക്കൾ വിവിധ കലാകായിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകമായ ഓണം ഈ വർഷം വളരെ ആവേശത്തോടെയും ഐക്യബോധത്തോടെയും ആഘോഷിച്ചു. സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് പൂക്കളം സുവർണ ജൂബിലി എംബ്ലം ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചു. തിരുവാതിര, വടംവലി, വിഭവ സമൃദ്ധമായ സദ്യ എന്നിവ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ഗംഭീരമായി നടത്തി. വിദ്യാർത്ഥികളിൽ കായികക്ഷമത, ടീം സ്പിരിറ്റ് എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് സ്പോർട്സ് മീറ്റ് നടത്തി. വിവിധ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും സമ്മാനിച്ചു. വിദ്യാർത്ഥികളിൽ മാധ്യമബോധവും ആശയവിനിമയ ശേഷിയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ അവതരിപ്പിച്ച റേഡിയോ പ്രോഗ്രാം സ്കൂളിന് മികച്ച പ്രതികരണം നേടിത്തന്നു. ചമലിന്റെ അക്ഷരദീപമായ നിർമ്മല UP സ്കൂളിന്റെ ജൂബിലി പ്രചാരണം നടത്തുന്നതിനായി സംഘടിപ്പിച്ച ജൂബിലി വിളംബര ജാഥ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യത്തിൽ ഗംഭീരമായി. വിദ്യാർത്ഥികളിൽ കാർഷിക ബോധം വളർത്തുന്നതിന് പത്മശ്രീ ചെറുവയൽ രാമനുമായി അഭിമുഖം നടത്തി. പരിശീലനം ലഭ്യമായ കോച്ചിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ കോച്ചിംഗ് ആരംഭിച്ചത് വിദ്യാർത്ഥികൾക്ക് കായിക രംഗത്തെ മികച്ച അവസരങ്ങൾക്കിടയാക്കി. വിദ്യാർത്ഥികളിൽ സേവാഭാവം, നേതൃഗുണം, സാമൂഹിക ഉത്തരവാദിത്വം എന്നിവ വളർത്തുന്നതിന് നിർണായകമായ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇൻവെസ്റ്റിച്ചർ സെറിമണി ഈ വർഷം നാം ഉജ്ജ്വലമായി നടത്തി. അക്കാദമിക മികവും സാംസ്കാരികവും സാമൂഹികവുമായ അനേകം പ്രവർത്തനങ്ങളിലൂടെ സമൃദ്ധമായ ഒരു വർഷമാണ് നിർമ്മല UP സ്കൂൾ പിന്നിട്ടത്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും മാനേജ്മെന്റിന്റെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അക്ഷീണ പരിശ്രമങ്ങൾ വാഴ്ത്തപ്പെടേണ്ടതാണ്. സുവർണ ജൂബിലി വർഷം ഭാവിയിലേക്ക് പ്രതീക്ഷകളുടെ പുതിയ വാതിലുകൾ തുറക്കുന്ന ഒരു ദീപ്തമായ തുടക്കമാകട്ടെ. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വരാനിരിക്കുന്ന വർഷങ്ങളിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ വിദ്യാലയം മുന്നേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ആത്മീയതയുടെയും വിദ്യാഭ്യാസ ദർശനത്തിൻ്റെയും മാർഗദർശകനായി നിലകൊള്ളുന്ന താമരശ്ശേരി രൂപതയുടെ ആദരണീയനായ ബിഷപ്പ് അഭിവന്ദ്യ മാർ റെമീജിയോസ് ഇഞ്ചനാനിൽ പിതാവിനെ ഏറെ ആദരവോടെ അധ്യക്ഷ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട ജോസഫ് വർഗീസ് പാലക്കാട്ടച്ചൻ, ഇന്നത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കട്ടിപ്പാറ പ്രസിഡന്റ് ശ്രീമതി സജ്ന ടീച്ചർ, സ്കൂളിൻ്റെ പ്രഥമ മാനേജർ ബഹുമാനപ്പെട്ട സൈമൺ വള്ളപ്പള്ളിയച്ചൻ, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട വരകിലച്ചൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ,
എല്ലാവർക്കും ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. 50 വർഷത്തെ തീർത്ഥയാത്ര, അതിൻ്റെ ആഘോഷങ്ങളിലാണ് നമ്മുടെ ഈ സ്കൂൾ ചമ്മൽ UP സ്കൂൾ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു. 50 വർഷങ്ങൾ നിസ്സാരമല്ല. എത്രയോ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ, എത്രയോ അധ്യാപകർ കടന്നുപോയി അവരുടെ കാൽപാദങ്ങൾ പതിഞ്ഞ അവരുടെ സമർപ്പണത്തിൻ്റെ വഴികൾ, അത് ഓർത്തെടുക്കുന്ന നിമിഷങ്ങളാണ് ഈ ജൂബിലി ആഘോഷത്തിൻ്റെ സമാപനം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങളിൽ ധാരാളം പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നുവെന്ന് മാനേജർ ബഹുമാനപ്പെട്ട വരകിലച്ചന് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കവുമാണ്. ഇനി മുന്നോട്ടുള്ള യാത്ര അതേറ്റവും സജീവമാകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഇന്ന് നമുക്കെല്ലാവർക്കും ഉൾപ്പൊളുകം ഉണ്ടാകുന്നത് തന്നെയാണ് പ്രഥമ മാനേജർ ബഹുമാനപ്പെട്ട വള്ളോപ്പള്ളി അച്ഛനും പ്രഥമ ഹെഡ് മിസ്ട്രസ് ജസീന്ത സിസ്റ്ററും നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത്. ധന്യനായ തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ അധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവ് തൻ്റെ സ്വന്തം കുടുംബാംഗം, അദ്ദേഹം പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്ന് സ്വാതന്ത്ര്യത്തോടെ ഒരു ഇടവക ഏൽപ്പിക്കുക, കട്ടിപ്പാറയിൽ നിന്നും സ്വതന്ത്രമായി ആദ്യമായിട്ടൊരു ഇടവക സ്ഥാപിതമാകുമ്പോൾ അച്ഛനെ തന്നെ നിയോഗിക്കുക. ഇവിടെ കടന്നു വന്ന് അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത ഈ പ്രദേശത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ ഉണ്ടാകണമെന്ന താല്പര്യത്തോടുകൂടി അച്ഛൻ മുൻകൈയെടുത്ത് ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുക. എത്രയോ സ്വപ്നതുല്യമായ ഒരാരംഭം ഈ സ്ഥാപനത്തിന് ലഭിച്ചു. ഈ നാടിൻ്റെ വികസനത്തിന് നാന്ദിയായി വലിയ സംഭാവന നൽകുന്ന സ്ഥാപനമാണ് ഈ വിദ്യാലയമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പിന്നിൽ കഠിനമായി അധ്വാനിച്ചവർ ധാരാളം ആളുകളാണുള്ളത്. അവരെല്ലാം കൃതജ്ഞതയോടുകൂടെ ഓർക്കുന്ന നിമിഷങ്ങളാണിത്. വളരെ സന്തോഷമുള്ള ഒരു വർഷമാണ് കടന്നു പോകുന്നത്. 50 വർഷം സുവർണ ജൂബിലി. ഈ സുവർണ ജൂബിലി ആഘോഷം ഏറ്റവും മനോഹരമാക്കുന്നതിന് പ്രിയപ്പെട്ട മാനേജരച്ഛൻ വരകിലച്ഛനും ഹെഡ് മിസ്ട്രസ് ജിസ്ന ടീച്ചറും കൂടെയുള്ള സഹപ്രവർത്തകരും കഠിനമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. നിങ്ങളെ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. അവർക്കെല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. വളരെ ആളത്തെ ഒരുക്കങ്ങളുടെ സമാപനമാണിത്. കുട്ടികളെല്ലാം അണിയറയിൽ ഒരുങ്ങുന്നത് നാം കണ്ടു കഴിഞ്ഞു. അവരെല്ലാം നമ്മെ സ്വീകരിക്കുന്നതിന് വേണ്ടി തന്നെ വേഷഭൂഷാദികൾ അണിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. വലിയ സന്തോഷത്തിൻ്റെ ഈ ദിവസം ക്രമീകരിക്കുന്നതിന് ധാരാളം പേരുടെ കഠിനാധ്വാനമുണ്ട്. അവരെല്ലാം പ്രത്യേകമായിട്ട് ഓർക്കാം. മാനേജരച്ഛൻ സൂചിപ്പിച്ചതുപോലെ അധ്യാപകരുടെ ശക്തമായൊരു നേതൃത്വം ഈ സ്കൂളിന് ഉണ്ട്. ആരംഭം മുതലേ അതിനുണ്ടായിരുന്നു. ഒട്ടും തന്നെ വീഴ്ച വരാതെ വലിയ പ്രതിസന്ധികളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഈ കലാലയം കടന്നു പോയിട്ടുണ്ട്. ആരംഭത്തിൽ ധാരാളം കുട്ടികളുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ എണ്ണമൊക്കെ കുറഞ്ഞു പോകുന്നു. വീണ്ടും കൂടുതൽ കുട്ടികൾ കടന്നു വരുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിൽ ആയിരിക്കുമ്പോൾ ഗ്രാമത്തിൻ്റെ പ്രത്യേകതകളിൽ എല്ലാം തന്നെ നേരിട്ടുകൊണ്ട് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മനോഹരമായിട്ടാണ് ഇതിന് നേതൃത്വം നൽകുന്നവർ കൊണ്ടുപോകുന്നത്. അവിടെ എപ്പോഴും ഇത് ഈ സ്കൂളിനെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് ഇത് ഏറ്റവും മനോഹരമാക്കണം. അങ്ങനെ ആരംഭം മുതൽ സിസ്റ്റർ ജസീന്ത ആദ്യത്തെ ഹെഡ് മിസ്ട്രസ് എന്ന നിലയിൽ, ഇപ്പോൾ നമ്മോടൊപ്പമായിരിക്കുന്ന സിസ്റ്റർ ജിസ്ന, ഇവരെല്ലാവരും അങ്ങ് 50 വർഷത്തിൻ്റെ ആരംഭത്തിൽ ഇപ്പോൾ 50 വർഷമാകുമ്പോഴെത്തുന്ന നേതൃത്വം നൽകുന്ന പ്രധാന അധ്യാപകരോടൊപ്പമുള്ള എല്ലാ അധ്യാപകരും
സ്കൂൾ സ്വന്തമാണെന്ന് കരുതി ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. ഈ സുവർണ ജൂബിലി ഏറ്റവും ഒരു ഓർമ്മയുള്ളതാകണം എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് കടന്നുപോയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ മനോഹരമായിട്ടുള്ള ഒരു കവാടം ഇന്ന് നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത്, തുറന്നിട്ടുള്ളത്. എത്രയോ ഭംഗിയായൊരു കവാടമാണ് തുറന്നത്. അപ്പോൾ ഈ ജൂബിലി ഏറ്റവും മനോഹരമാകണം. ജൂബിലി മാത്രമല്ല, എൻ്റെ വിദ്യാലയം എൻ്റെ സ്വന്തമെന്ന് ടീച്ചർ പറഞ്ഞുവെന്ന് അച്ഛൻ സൂചിപ്പിച്ചു. അങ്ങനെ എല്ലാവരും കണക്കാക്കിക്കൊണ്ട് ഇതിനെ മനോഹരമാക്കുകയാണ്. കോർപ്പറേറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രത്യേകമായ ക്യൂസ് മത്സരം അൽഫോൻസ കോളേജിൽ വെച്ച് നടന്നപ്പോൾ അതിലെ അവസാനത്തെ ഫേസിൽ പങ്കെടുക്കാൻ എനിക്കും സാധിച്ചു. മുകളിലിരിക്കുന്ന 2 പെൺകുട്ടികൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം. വളരെ ടൈറ്റായിട്ടുള്ള മത്സരമായിരുന്നു. ആ ടൈറ്റായിട്ടുള്ള മത്സരത്തിൽ വിജയശ്രീലാളിതരായി 2 പേര് നിൽക്കുമ്പോൾ അവരുടെ പേര് വിളിക്കുമ്പോൾ അവസാനമാണല്ലോ പേരറിയുക. അതെന്നെ വളരെയധികം അതിശയിപ്പിച്ചു. അത് ചമലിൽ നിന്നുള്ള 2 കുട്ടികളായിരുന്നു. നല്ല കയ്യടി കൊടുക്കാം ആ കുട്ടികൾക്ക്. ഞാൻ വിചാരിച്ചു ചമലൊരു ചെറിയ ഒരു സ്കൂളാണല്ലോ, ഇത്രയധികം സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികളെ ഇവർക്ക് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചല്ലോ. എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും തോന്നി. മറ്റു കുട്ടികളും നമ്മുടെ സ്വന്തം കുട്ടികളെങ്കിലും ചമൽ ചെറിയൊരു സ്കൂളാണ്, അതിനേക്കാൾ എത്രയോ വലിയ സ്കൂളുകളാണ് നമുക്കുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെ കടന്നു വരുന്ന കുട്ടികൾ ഇത് സ്വന്തം മക്കളെ പോലെ കണക്കാക്കി അവർക്കെല്ലാവർക്കും നല്ല പരിശീലനം നൽകി ഉയരങ്ങളിലേക്ക് അവരെത്തണം. എവിടെ എത്താൻ സാധിക്കുമോ അവിടേക്കെല്ലാ പരിശീലനവും നൽകണം. റിപ്പോർട്ടിൽ അതെല്ലാം ഭംഗിയായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു. എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇനിയുള്ള സ്കൂളിൻ്റെ യാത്രകളിൽ എപ്പോഴും ഈ തീഷ്ണതയുള്ള പ്രവർത്തനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു കലാലയം തുടങ്ങുമ്പോൾ ഒരു ജയിൽ അടയ്ക്കുന്നു എന്ന വാക്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. പ്രധാനമായും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അന്ധകാരം അകറ്റുക എന്ന. എവിടെ വിദ്യാഭ്യാസമുണ്ടോ അവിടെ പ്രകാശം ഉണ്ട് എന്ന് നമുക്കറിയാം. ജാതിയില്ലേക വർണ്ണമൊഴുകും രുധിരത്തിലും ജാതിയില്ലല്ലോ ഒളിപ്പാർന്ന കണ്ണീരിലും എന്ന കവിവാക്യം അക്ഷരാർത്ഥത്തിൽ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തുമ്പോൾ അത് സമൂഹത്തിൻ്റെ പ്രകാശമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ സ്ഥാപനം ഈ 50 വർഷത്തെ തീർത്ഥയാത്രയിൽ ചെയ്തത്. നമ്മുടെ എല്ലാവരും ഹിന്ദു ആണോ മുസൽമാനാണോ ക്രിസ്ത്യാനിയാണോ, നമ്മുടെ സിരകളിൽ ഒഴുകുന്ന രക്തത്തിൻ്റെ നിറം ഒന്ന് തന്നെയല്ലേ? നാം എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് പ്രവർത്തിക്കണം, നാടിൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കണം, ഉത്തമ പൗരന്മാരായി തീരണം. അതുകൊണ്ടാണ് ചാവറ പിതാവ് പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചത്. അതിലേക്ക് ആദ്യത്തെ സ്കൂൾ ആരംഭിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. അതുകൊണ്ട് സംസ്കൃത ഭാഷയാണ്, മലയാളം പോലും അല്ല. അതെല്ലാവർക്കും സംസ്കൃതം ഒരു വിഭാഗത്തിന് മാത്രം റിസർവ് ചെയ്തിട്ടുള്ളതല്ല, അതെല്ലാവർക്കും ഉള്ളതാണ്, തുറന്നു കൊടുക്കുകയാണ്. ആദ്യമായിട്ട് യൂണിഫോം ആരംഭിക്കുന്നത്, ഉച്ചക്കഞ്ഞി തുടങ്ങുന്നത് എല്ലാം ചാവറ പിതാവാണ്. അതൊക്കെ എന്തോ ഒരു തുടക്കമാണ്. ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, പ്രകാശമായി തീരുക. ഓരോ പൗരനും പീഠത്തിൽ തെളിച്ചു വെച്ച പ്രകാശമായി തീരണം. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഈ കാലഘട്ടത്തിൽ എപ്പോഴും അതിർവരമ്പുകൾ സൃഷ്ടിക്കാൻ വ്യഗ്രത കാട്ടുന്ന ഒരു തലമുറയിലാണ് നാം നിൽക്കുന്നത്. എന്നാൽ അതിനെ പൊളിച്ചെഴുതാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് കഴിയണം. 1817 ആദ്യത്തെ കോളേജ് CMS കോളേജ് കോട്ടയത്ത് ആരംഭിക്കുകയാണ്. ആ കോട്ടയത്ത് 1817 ആ കോളേജ് ആരംഭിക്കുമ്പോൾ ആ കോളേജ് നൽകിയ വലിയൊരു സന്ദേശം 1845 ഈ കേരളത്തിലുണ്ടായിരുന്ന അടിമക്കച്ചവടം, കോട്ടയത്ത് അതിന് പ്രധാന കേന്ദ്രമുണ്ടായിരുന്നു, പൂർണ്ണമായും നിർത്തലാക്കുകയാണ്. കണ്ടോ, ഒരു വളരെ കുറഞ്ഞ വർഷം കൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസം ഹൃദയത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന ആ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ ആ മിഷണറിമാരുടെ തീഷ്ണത നിറഞ്ഞ ചൈതന്യം കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയില്ലേ? നമുക്കൊരു വിദ്യാഭ്യാസത്തിൻ്റെ വലിയൊരു പ്രസക്തി തിരിച്ചറിയുകയും ഒരുമിച്ച് നിന്ന് ഒരേ സമഭാവനയോടുകൂടി നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായ പ്രകാശം
പ്രകാശത്തിൻ്റെ ഒരു സംസ്കാരം, ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാവരും ഒരു ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാവരും പരസ്പരം സഹായിക്കണം. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണങ്ങളുടെയും തത്വസംഹിതകളുടെയും പേരിൽ ഒരിക്കലും നാം പോരാടാൻ പാടില്ല, തമ്മിലടിക്കാൻ പാടില്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അത് കേരളത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതാൻ മിഷണറിമാർ നൽകിയ വിദ്യാഭ്യാസത്തിൻ്റെ വലിയ സംഭാവന ഇന്നും പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. നമുക്കതുകൊണ്ട് 50 വർഷം പിന്നിടുമ്പോൾ ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എത്രയോ കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസം സ്വന്തമാക്കിക്കൊണ്ട് അത് ഉയരങ്ങളിലേക്ക് നടന്ന് പോകുവാൻ സാധിച്ചു. അവരെല്ലാം നമുക്ക് ഓർക്കാം. കഠിനമായിട്ട് അധ്വാനിച്ചവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇനിയും മുന്നോട്ടുള്ള യാത്ര ശോഭനമാകട്ടെ, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ചമലിലെ നിർമ്മല UP സ്കൂളിൻ്റെ വാർഷികമാണ്. ഇതൊരു വെറും വാർഷികമല്ല, നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സുവർണ ജൂബിലി ആഘോഷമാണ്. അതിന് ഈ നാട്ടുകാരും അതുപോലെ ഈ സ്കൂളിൽ പഠിച്ച ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. അവർക്കെല്ലാം ഒരുപാട് അഭിമാനമുണ്ട്. കാരണം അവർ പഠിച്ചിറങ്ങിയ കലാലയത്തിൽ ഇങ്ങനൊരു സുവർണ ജൂബിലി ആഘോഷവും പരിപാടിയുമായി എത്തി അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് അനുഗ്രഹം ചെയ്തതാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കലാലയത്തിൽ ഒരുപാട് സന്തോഷത്തോടെ തിരിച്ച് വലിയ ഉയരങ്ങളിൽ എത്തിയതിന് ശേഷം സ്കൂളിൽ ചെല്ലുക, നമ്മുടെ ടീച്ചേഴ്സിനെ കാണുക എന്നുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സന്ദർഭങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയ സമയത്ത് ഒരുപാട് പേര് ഇവിടുത്തെ പ്രഥമ അധ്യാപികയെ കാണാനും മറ്റ് സിസ്റ്റേഴ്സിനെല്ലാം കണ്ട് അനുഗ്രഹം വാങ്ങിക്കുന്നതൊക്കെ കണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ അഭിമാനവുമുണ്ട്. അതോടൊപ്പം നമ്മുടെ ചെറുപ്പകാലങ്ങളിലേക്ക് നമ്മൾ ഒന്ന് ഉറ്റുനോക്കുന്നുണ്ട്. കാരണം നമ്മളും ഇതിലൂടെയൊക്കെ കടന്നു വന്നതാണ്. ഇതിനൊക്കെ അവസരം നൽകിയ നമ്മുടെ നാഥനോട്, ദൈവത്തിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ നിർമ്മല UP സ്കൂളിൻ്റെ ഈ ഗോൾഡൻ ജൂബിലി 50 വർഷം പിന്നിട്ട ഈ വേളയിൽ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി ഗട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഉടനെ തന്നെ എന്നെ ഇവിടേക്ക് വിളിച്ച സ്കൂൾ മാനേജ്മെൻറ്റിനും മറ്റ് ഭാരവാഹികൾക്കും എൻ്റെ പേരിലും ഗട്ടിപ്പാറ പഞ്ചായത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മുടെ കുട്ടികൾ, നമുക്കറിയാം, ഞാൻ ഒരു ടീച്ചറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഓരോ അധ്യാപികമാർക്കും അധ്യാപകന്മാർക്കും അറിയാം, കുട്ടികളെ നന്നായി വളരുക, വലിയ വലിയ ഉയരങ്ങളിലെത്തുക, അവരെ സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിക്കുക, ചിന്തിക്കുക, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെയിലി നമ്മൾ അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നത് കുട്ടികൾ ഏറ്റവും മികവുറ്റതാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കൂള്, നമ്മുടെ കലാലയം മറ്റു സ്കൂളിനേക്കാളും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അവരെക്കാളും മികവുറ്റതാവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഓരോ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഓരോ അർത്ഥം ഉണ്ടാവട്ടെ. നമ്മുടെ തുടർന്നുള്ള കാലങ്ങളിൽ ഇത് നമ്മുടെ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഗോൾഡൻ ജൂബിലി ആഘോഷമാണെങ്കിൽ ഇനി ഒരുപാട് നമ്മുടെ കലാലയത്തിൻ്റെ തുടർന്നുള്ള പാതയിൽ വളരെ വിജയങ്ങൾ കുട്ടികൾക്കും ഇവിടുത്തെ എല്ലാ അംഗങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ പരിപാടികളായിരിക്കും. അതിനാണ് നമ്മുടെ ആനുവൽ ഡേ അല്ലെങ്കിൽ വാർഷികം എന്ന് പറയുന്ന സമയത്ത് നമ്മളെല്ലാവരും രക്ഷിതാക്കളടക്കം എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇവിടെ സംസാരിച്ച ഫാദർ, അദ്ദേഹം, നമ്മുടെ ബിഷപ്പ് എല്ലാവരും പറഞ്ഞ കാര്യങ്ങളുണ്ട് സ്കൂളിനെ കുറിച്ച്. അതെല്ലാവരും നല്ല കാര്യമായി എടുത്തുകൊണ്ട് ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. നല്ലൊരു സന്ദേശം എല്ലാവർക്കും തന്നിട്ടുണ്ട് അദ്ദേഹം. അതെല്ലാം നമ്മൾ ജീവിതത്തിൽ അനുകരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോൾഡൻ ജൂബിലി നിർമ്മല UP സ്കൂളിൻ്റെ
ഗോൾഡൻ ജൂബിലി ആഘോഷം 50-ാം വർഷത്തിലേക്ക് കടന്ന ഈ നിമിഷത്തിലെ ഈ ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ടീച്ചർ. അറിവിലും കലകളിലും സ്വന്തമായ കഴിവുകൾ കൊണ്ട് വ്യത്യസ്തത തെളിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ ആദരിക്കുന്ന നിമിഷത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത്. ആദ്യമായി വിവിധ മത്സര പരീക്ഷകളിൽ മാറ്റുരച്ചുകൊണ്ട് നിരവധി സമ്മാനങ്ങൾ നേടിയ 7ാം ക്ലാസ് എ ഡിവിഷനിലെ ഫാത്തിമ ഹംനയും ഫാത്തിമ ഹനയും മെമൻറ്റോ നൽകി ആദരിക്കുന്നു. മെമൻറ്റോ നൽകി ആദരിക്കുന്നത് താമരശ്ശേരി രൂപതയുടെ ഇടയൻ അഭിവന്ദ്യ മാർ റെമീജിയൂസ് എഞ്ചനാനിൽ പിതാവ്. മെമൻറ്റോ സ്വീകരിക്കുവാൻ ഫാത്തിമ ഹനയെയും ഫാത്തിമ ഹംനയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താമരശ്ശേരി എഡ്യൂക്കേഷൻ ഏജൻസി സംഘടിപ്പിച്ച ടാലൻഷ്യ 2.0 സ്കൂൾ തലത്തിലും മേഖലാ തലത്തിലും 1ാം സ്ഥാനം നേടിക്കൊണ്ട് താമരശ്ശേരി രൂപതാ തലത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയവരാണ് ഇവർ. കൂടാതെ മറ്റു ജില്ലാ ഉപജില്ലാ മത്സരങ്ങളിൽ അനേകം സമ്മാനങ്ങൾ ഈ 2 മിടുക്കികളും വാരിക്കൂട്ടി. താങ്ക് യു. അടുത്തതായി നൽകുന്നത് ഈ വർഷത്തെ പ്രൊഫിഷ്യൻസി അവാർഡുകളാണ്. 2 ടീമുകളിലും പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ഓരോ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സമ്മാനമാണ് പ്രൊഫിഷ്യൻസി അവാർഡ്. സമ്മാനത്തിന് അർഹരായവരെ പേര് വിളിക്കുന്നതനുസരിച്ച് അഭിവന്ദ്യ മാർ റെമീജിയൂസ് എഞ്ചനാനിൽ പിതാവിൽ നിന്ന് ഇവർ മെമൻറ്റോകൾ സ്വീകരിക്കുന്നു. ആദ്യമായി 5ാം ക്ലാസ് എയിലെ അലങ്കൃത CK, അന്ന എലിസബത്ത് എബി 5ാം ക്ലാസ് B, നിവേദ് SS 6ാം ക്ലാസ് A, റയാൻ മനോജ് 6ാം ക്ലാസ് B, ശ്രീലക്ഷ്മി PR 6ാം ക്ലാസ് C, ഫാത്തിമ ഹംന 7ാം ക്ലാസ് A, തരുൺ റിനീഷ് 7ാം ക്ലാസ് B, ആൻഡ് ഹയ അമൽ 7ാം ക്ലാസ് C. ദീപിക ചിൽഡ്രൻസ് ലീഗ് സംഘടിപ്പിച്ച നാഷണൽ IQ ഒളിമ്പ്യാഡ് പരീക്ഷയിൽ A+ഉം ക്യാഷ് അവാർഡ് നേടിയ 6ാം ക്ലാസ് B ഡിവിഷനിലെ നേധ്യ VA സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും നൽകി ആദരിക്കുന്നു. കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെയിൻറ്റ് ആൻ്റണീസ് UP സ്കൂളിലെ വിദ്യാർത്ഥിനിയും ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവും നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയുമായ കുമാരി ഫൈഗ KA മെമൻറ്റോ നൽകി ആദരിക്കുന്നു. മെമൻറ്റോ നൽകുന്നത് അഭിവന്ദ്യ മാർ റെമീജിയൂസ് എഞ്ചനാനിൽ പിതാവ്. മെമൻറ്റോ ഏറ്റുവാങ്ങുവാൻ കുമാരി ഫൈഗ KA ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു യുവർ ലോർഡ്ഷിപ്പ്. ഈ സുവർണ ജൂബിലി ആഘോഷവേദിയിൽ ആശീർവാദവും മാർഗദർശനവും നിറഞ്ഞ അനുഗ്രഹ പ്രഭാഷണം നൽകുന്നതിനായി ആദരണീയനായ കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ജോസഫ് പാലക്കട്ടച്ചനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചമൽ നിർമ്മല UP സ്കൂളിൻ്റെ 50ാം വാർഷികാഘോഷത്തിൻ്റെ അധ്യക്ഷൻ മാർ റെമീജിയൂസ് എഞ്ചനാനിൽ പിതാവേ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പൗര ശ്രീമതി സഞ്ജന ടീച്ചർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മാതാപിതാക്കന്മാരെ, വിദ്യാർത്ഥിനികളെ, പ്രിയ അധ്യാപകരെ, 50 വർഷത്തിൻ്റെ നിലനിൽക്കുന്ന നിർമ്മല UP സ്കൂളിൻ്റെ
ഈ ജൂബിലി ആഘോഷങ്ങളിലെ സമാപന സമ്മേളനത്തിൻ്റെ ഈ വേദിയിൽ നിർമ്മല യൂത്ത് സ്കൂളിൻ്റെ എല്ലാ നന്മകളും കാംക്ഷിച്ചു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നിർമ്മല സ്കൂളിനും ഈ ഗോൾഡൻ ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം ആദ്യമേ തന്നെ നേർന്നുകൊള്ളുകയാണ്. ആദി കവിയായിട്ട് അറിയപ്പെടുന്നത് വാൽമീകിയാണ്. വാൽമീകി എന്ന് പറയുന്ന മനുഷ്യൻ രത്നാകരൻ എന്ന് പറയുന്ന ഒരു കള്ളനും അക്രമിയുമായ മനുഷ്യനായിരുന്നു. അദ്ദേഹം വനത്തിലാണ് ജീവിച്ചിരുന്നത്. വനത്തിലൂടെ ആര് കടന്നുപോയാലും അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ പക്കലുള്ളതെല്ലാം വസ്തുവകളെല്ലാം മോഷ്ടിച്ചെടുക്കുന്ന സ്വഭാവമായിരുന്നു രത്നാകരനുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ വനത്തിലൂടെ ഒരു പറ്റം മഹർഷിമാർ സന്യാസിമാർ നടന്നു പോവുകയായിരുന്നു. ആ സന്യാസിമാരെ ഈ രത്നാകരൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ കയ്യിലുണ്ടായിരുന്ന വസ്തുവകളെല്ലാം അദ്ദേഹം അപഹരിച്ചെടുത്തു. അവർ 7 പേരുണ്ടായിരുന്നെങ്കിലും രത്നാകരനെ കീഴ്പ്പെടുത്താനുള്ള ശക്തി അവർക്കുണ്ടായിരുന്നെങ്കിലും അവരത് ചെയ്തില്ല. മറിച്ച് അവർ രത്നാകരനെ പിടിച്ചു നിർത്തി അദ്ദേഹം ചെയ്തു പോയ തെറ്റിനെ പറ്റി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും അവരുടെ വാക്കുകൾ കേൾക്കുകയും ഉപദേശം കേൾക്കുകയും ചെയ്തപ്പോൾ രത്നാകരൻ പശ്ചാത്താപവിവശനായി മാനസാന്തരപ്പെട്ടു എന്നാണ്. അങ്ങനെ മാനസാന്തരപ്പെട്ട രത്നാകരൻ മഹർഷിമാരോട് ചോദിച്ചു, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? അപ്പോൾ മഹർഷിമാർ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ വനത്തിലിരുന്നു കൊണ്ട് രാമനാമം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ജപിക്കാൻ പറഞ്ഞു. അങ്ങനെ മഹർഷിമാർ നിർദ്ദേശമനുസരിച്ച് രത്നാകരൻ എന്ന് പറയുന്ന ഈ കള്ളൻ മാനസാന്തരപ്പെട്ട് വനത്തിലിരുന്നു കൊണ്ട് രാമ എന്ന് രാമൻ്റെ നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. മഹർഷിമാർ അവരുടെ വഴിക്ക് പോവുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം മഹർഷിമാർ ആ വഴിയിലൂടെ കടന്നു വരുമ്പോൾ തങ്ങൾ ഒരു മനുഷ്യനോട് അവിടെ ഇരുന്ന് രാമനാമം ജപിക്കാൻ പറഞ്ഞെടുത്ത് വലിയൊരു ചെതൽപ്പുറ്റാണ് കാണുന്നത്. അദ്ദേഹം രാമനെ മനസ്സിൽ ധ്യാനിച്ച് രാമനാമം ചൊല്ലിക്കൊണ്ടിരുന്ന് മതിമറന്നു പോയ സമയത്ത് അദ്ദേഹം അവിടുന്ന് എഴുന്നേൽക്കാനായിട്ട് മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ അടുക്ക് ചെതൽ വന്ന് കൂടുകൂട്ടിയ ഒരു വലിയ ചെതൽപ്പുറ്റിനുള്ളിലാണ് അദ്ദേഹത്തെ അത് സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. ഈ മഹർഷിമാർ ആ ചെതൽപ്പുറ്റ് പൊട്ടിച്ചു മാറ്റി ഈ രത്നാകരൻ അതിൽ നിന്ന് പുറത്തെടുത്തു. ചെതൽപ്പുറ്റിൽ നിന്ന് പുറത്തു വന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് അവർ വാൽമീകി എന്ന് പേരിട്ടു. അങ്ങനെ വാൽമീകി ഒരു പണ്ഡിതനായി, അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്തുകൾ ധാരാളമുണ്ടായി. അങ്ങനെ ഈ വാൽമീകിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് കൂടി പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മരക്കൊമ്പിലിരിക്കുന്ന 2 കിളികളിൽ ഒന്നിനെ ഒരു കാട്ടാളൻ, ഒരു വേടൻ അമ്പെയ്യുകയാണ്. അതിലൊരു കിളി വേടൻ്റെ അമ്പേറ്റ് താഴേക്ക് ചത്ത് നിപതിക്കുകയാണ്. ഇത് കണ്ട് സങ്കടപ്പെട്ട് ഒരുപക്ഷെ കോപാകുലനായ ഈ വാൽമീകി ആ കാട്ടാളനെ ശപിച്ചുകൊണ്ടൊരു ശ്ലോകം ചൊല്ലിയതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കേട്ടിട്ടുണ്ടാവും, മാനിഷാദ അരുത് കാട്ടാള എന്ന്. 2 ക്രൗഞ്ചങ്ങളിൽ ഒന്നിനെ ഒരു കാട്ടാളൻ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ടപ്പോൾ സങ്കടത്തോടു കൂടി മാനുഷാദ അരുത് കാട്ടാള എന്ന് വാൽമീകിയെ കൊണ്ട് പറയിപ്പിച്ചത് അദ്ദേഹത്തിന് ഈ ലോകത്തോടും ജീവികളോടും മനുഷ്യരോടും ഉണ്ടായിരുന്ന വലിയ അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും ബഹിർസ്ഫുരണമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കഥ ഇവിടെ പറഞ്ഞു വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട്, അല്ല നമ്മുടെയൊക്കെ നാട്ടിൽ പഠിക്കുന്ന യുവാക്കളോട് ഇന്നൊരു പക്ഷേ പറയാനായിട്ട് വെമ്പൽ കൊള്ളേണ്ട വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാനിഷാദ അരുത് കാട്ടാള എന്നുള്ളത്. ഒരുപക്ഷെ ഒരു വർഷം ആകുന്നതേ ഉള്ളൂ ഈ താമരശ്ശേരി ഭാഗത്ത് കൂടെ പഠിക്കുന്ന തൻ്റെ സുഹൃത്തിൻ്റെ തലയ്ക്ക് നഞ്ചക്ക് കൊണ്ടടിച്ച് അവനെ കൊലപ്പെടുത്തിയ ഒരു കുഞ്ഞുങ്ങളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് SLC പരീക്ഷയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഏത് സ്കൂളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പരസ്പരം കൊല്ലാനായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്? ഏത് സ്കൂളിലാണ് നമ്മുടെ കുട്ടികളെ നഞ്ചക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്? ഏത് പാഠത്തിലാണ്? ഏത് ക്ലാസ്സിലാണ്? ഒരു സ്കൂളിലും ഒരു അധ്യാപകനും ഒരു പാഠഭാഗവും തൻ്റെ പ്രിയപ്പെട്ട സഹപാഠിയെ തല്ലിച്ചതച്ച് കൊല്ലണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എവിടെ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങളിത് പഠിച്ചെടുത്തിട്ടുള്ളത്? ഏത് ക്ലാസ്സിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്നും അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കണമെന്നും പഠിപ്പിച്ചിട്ടുള്ളത്? അത് ചെയ്യരുതെന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളൂ? ഇന്ന് നമ്മൾ കണ്ട മനോഹരമായിട്ടുള്ള നമ്മുടെ ആ റിപ്പോർട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ലഹരിക്കെതിരായി റോഡിലൂടെ ജാതിയായിട്ട് പോകുന്നത് നമ്മൾ കണ്ടു. അത് ചെയ്യരുത് എന്ന് കുട്ടികൾ തന്നെ പരസ്പരവും അവർ നാടിനോട് വിളിച്ചു പറയുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമ്മുടെയൊക്കെ +2 കഴിഞ്ഞിട്ടുള്ള അല്ല +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് തലത്തിലെ കുട്ടികളെല്ലാവരും ലഹരിക്ക് അടിമപ്പെടുന്നതിൻ്റെ വലിയ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആരാണ് അവരിത് പഠിപ്പിച്ചിട്ടുള്ളത്? പരസ്പരം സ്നേഹിക്കാനും പരസ്പരം കരുണ കാണിക്കാനും
ദീനാരംഭം കാണിക്കാനും പഠിപ്പിക്കുന്ന ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടികൾക്ക് എപ്പോഴാണ് വഴിപിടിച്ചു പോയിട്ടുള്ളത്? അത്തരം കുട്ടികളെ നോക്കിയിട്ടാണ് ഇന്ന് സമൂഹം പറയേണ്ടി വരുന്നത് മനുഷ്യത അരുത് കാട്ടാള എന്ന്. കൂടെ പഠിക്കുന്ന സഹപാഠിയുടെ തലയ്ക്ക് നഞ്ചക്കടിച്ച് കൊല്ലാൻ മാത്രം, അല്ലെങ്കിൽ തൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠിക്ക് ഏറ്റവും മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കൈമാറി പൈസ സമ്പാദിക്കാൻ മാത്രം നമ്മുടെ കുട്ടികൾ വളർന്നു പോകുമ്പോൾ മനുഷ്യത എന്ന് പറയാൻ സമൂഹം വെമ്പൽ കൊള്ളുകയാണ്. ഈ നിർമ്മല UP സ്കൂളിൻ്റെ നൈർമല്യത്തിൻ്റെ മുട്ടുതിന്നുകൊണ്ട് 50 ആണ്ടിൻ്റെ ഈ സുവർണ ജൂബിലിയുടെ വലിയ മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മൾ നമ്മോട് തന്നെയും മറ്റുള്ളവരോടും പറയേണ്ട വാക്കിതാണ് മനുഷ്യത അരുത് കാട്ടാള. സമൂഹത്തിനെതിരെ, ജീവികൾക്കെതിരെ, നമ്മുടെ കൂടപ്പിറപ്പിനെതിരെ വാളെടുക്കുകയോ കൈയോങ്ങ് ചെയ്യാത്തൊരു സമൂഹമായിട്ട് മാറാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് അർത്ഥമുണ്ടാവുന്നത്, ആർജവത്വമുണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇത് വെറും ആഘോഷങ്ങളായിട്ട് അത് പതിച്ചു പോകും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ മാത്രം പഠിപ്പിച്ചാൽ പോല, വീട്ടിലും സമൂഹത്തിലും മനുഷ്യനെ സ്നേഹിക്കാനായിട്ടും സമൂഹത്തെ സ്നേഹിക്കാനായിട്ടും ജീവികളെ സ്നേഹിക്കാനായിട്ടും പഠിപ്പിക്കുന്ന ഒരു തലമുറയായിട്ട്, സംസ്കാരമുള്ള തലമുറയായിട്ട് നമുക്ക് മാറാം. അതിനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ജൂബിലിക്ക് എല്ലാവിധ പ്രാർത്ഥനാശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പ്രതിഭയുടെയും പരിശ്രമത്തിൻ്റെയും അത്യുജ്വല ഉദാഹരണമായി സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരത്തിന് അർഹയായ കുമാരി ഫൈഗിയെ മുഖ്യപ്രഭാഷണത്തിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട താമരശ്ശേരി രൂപത ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചാനിയിൽ അച്ഛൻ, സ്കൂൾ മാനേജർ ഫാദർ ജിൻഡോ അച്ഛൻ, കോർപ്പറേറ്റ് മാനേജർ ജോസഫ് വർഗീസ് അച്ഛൻ, കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സെജിന ടീച്ചർ, നിർമ്മല സ്കൂൾ സ്ഥാപക മാനേജർ സൈമൺ അച്ഛൻ, നിർമ്മല UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജിസ്ന ടീച്ചർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ചമൽ നിർമ്മല UP സ്കൂളിൻ്റെ 50ാം വാർഷികാഘോഷം നടക്കുന്ന ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ അതിയായ സന്തോഷം അറിയിക്കുന്നു. 50 വർഷങ്ങളിലൂടെ ഒരുപാട് കുട്ടികളെ പ്രതിഭകളാക്കി മാറ്റി വളർത്തിക്കൊണ്ടുവരാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ കുട്ടിയുടെയും സ്നേഹവും നല്ല നാളുകളും ഇവിടെയായിരുന്നു. ഈ സ്കൂളിൽ നിന്നാണ് അവർ സ്വപ്നം കാണാൻ പഠിച്ചത്. അവർക്ക് മുന്നിലേക്ക് പ്രതീക്ഷകളുടെ വാതിൽ തുറക്കപ്പെട്ടത് ഇവിടെ നിന്നായിരുന്നു. എത്രയും വർഷം നല്ല മികവോടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. നാം കുട്ടികൾ ഒരു ദിവസം നമ്മുടെ അച്ഛനമ്മമാരോടൊപ്പം വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാൾ ഏറെ സമയം സ്കൂളിൽ അധ്യാപകരുടെ കൂടെയാണ്, അല്ലേ? അച്ഛനമ്മമാരെ പോലെ അവർ നമ്മെ സ്നേഹിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. അവർ നമ്മുടെ നല്ല ഭാവിക്കാണെന്ന് നാം കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പഠിക്കുന്ന കണ്ണോത്ത് സെൻറ് ആൻ്റണീസ് UP സ്കൂൾ എനിക്ക് ഏറെ ഇഷ്ടമാണ്. അവിടുത്തെ ഓരോ അധ്യാപകരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അതുപോലെ തന്നെ നിങ്ങളും ഈ സ്കൂളിനെയും ഇവിടുത്തെ ഓരോ അധ്യാപകരെയും നെഞ്ചോട് ചേർത്ത് വയ്ക്കണം. എത്ര ഉയരങ്ങളിലെത്തിയാലും പഠിച്ച സ്കൂളിനും പഠിപ്പിച്ച അധ്യാപകർക്കും ഹൃദയത്തിൽ ഒരിടം നൽകണം. എങ്കിൽ ജീവിതത്തിലുടനീളം വിജയം നമ്മെ തേടിയെത്തും. ഈ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ ആശംസകൾ അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബാല്യത്തിൻ മുട്ടുകൾ എന്ന കവിതാ പുസ്തകത്തിൽ നിന്നും വിദ്യാലയം എന്ന കവിത ഞാനിവിടെ ചൊല്ലാം. വിദ്യാലയത്തിലെ പൂമ്പാറ്റയാണു നാം, വിദ്യ നുകർന്നിടാം കൂട്ടുകാരെ. അമ്മയ്ക്കും അച്ഛനും തുല്യരായി
അറിവു പകരാനെത്തുമധ്യാപകർ. ആനന്ദമാണെൻ്റെ വിദ്യാലയം, ആഘോഷമാണെൻ്റെ വിദ്യാലയം. ആടിടാം പാടിടാം കൂട്ടുകാരെ, കൈകോർത്തു ചേർന്നിടാം കൂട്ടുകാരെ. നന്ദി. ഗോൾഡൻ ജൂബിലി സുവനിയർ പ്രകാശനമാണ്. ഗോൾഡൻ ജൂബിലി സുവനിയറിൻ്റെ പേര് ധാരപദം. ധാരപദം പ്രകാശനം ചെയ്യുവാൻ സ്കൂൾ സ്ഥാപക മാനേജർ റവറൻ ഫാദർ സൈമൺ വടപ്പള്ളി അച്ഛനെ ഏറെ സ്നേഹബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ആദ്യത്തെ പതിപ്പ് ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ജിസ്ന ജോസിന് നൽകുകയാണ്. ചമൽ നിർമ്മല UP സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ അധ്യക്ഷനായിരുന്ന അഭിമന്യ റമീജിസ് പിതാവെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ സ്കൂൾ ആരംഭിച്ചിട്ട് 50 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. സ്മരണിക പ്രകാശിപ്പിക്കുക എന്നുള്ള ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ നമുക്ക് സ്മരിക്കേണ്ട കാര്യങ്ങളെല്ലാം ആ പുസ്തകത്തിൽ ഉണ്ടാവും. അത് നമുക്ക് സാവധാനം പതുക്കെ വായിച്ചെടുക്കാം. എങ്കിലും ചില സ്മരണകൾ ഈ സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. 50 വർഷം മുമ്പ് ഈ ചമൽ ഇടവക ഒരു സ്വതന്ത്ര ഇടവകയായി കട്ടിപ്പാറയിൽ നിന്ന് മാറി ഇവിടെ സ്ഥാപിതമായപ്പോൾ അതിൻ്റെ വികാരിയായിട്ടാണ് ഞാൻ നിയമിതനായത്. അപ്പോൾ പള്ളിയായിട്ട് 4 തൂണിൽ നിന്ന ഒരു ഷെഡാണ് അന്ന് പള്ളിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ചമലിൻ്റെ അന്നത്തെ അവസ്ഥ നമുക്ക് ഊഹിക്കാം. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു സ്കൂളിൻ്റെ സ്ഥാപനത്തെപ്പറ്റി ചിന്തിക്കുന്നത്. 1976 അന്നത്തെ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറിൽ സ്കൂൾ അനുവദിക്കുന്നു എന്ന് കേട്ടു. അതുവരെ കുറച്ചു കാലത്തേക്ക് അനുവദിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരാശയം വന്നപ്പോൾ ഇവിടെ ഇടവകങ്ങൾ ഒരുമിച്ച് കൂടി അതേപ്പറ്റി ചിന്തിച്ചപ്പോൾ നമുക്ക് സ്കൂൾ പണിയാനുള്ള സ്ഥലമില്ല, സാമ്പത്തികമായ അവസ്ഥകളില്ല. അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു പരിപാടി വേണ്ട എന്ന് ചിന്തിച്ചു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഇടവയിലുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഞാനും കൂടെ ഉണ്ടായിരുന്ന ആ യോഗത്തിലാണ് നമ്മൾ സ്കൂൾ വേണ്ട എന്ന് തീരുമാനിച്ചത്. എങ്കിലും ഞാൻ പിന്നെ ചിന്തിച്ച് നോക്കിയപ്പോൾ ഇതൊരു വലിയ നഷ്ടമായി മാറുമല്ലോ. ഞാൻ പറഞ്ഞു, സ്കൂളുണ്ടാവണമെങ്കിൽ സ്ഥലം വേണം, സൗകര്യങ്ങൾ വേണം, അതിലുപരി തന്നെ അനുവാദം വാങ്ങിക്കണം. നമ്മുടെ ഈ സാഹചര്യത്തിലെ ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ നമ്മളത് വേണ്ട എന്ന് വെച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയായിരുന്നു, അച്ഛാ, ഇതെല്ലാം നടക്കും. എനിക്കിതേപ്പറ്റി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രയോജനം തോന്നുകയാണ്. ഞാൻ പറഞ്ഞു, സ്ഥലം എവിടെയാണ്? സ്ഥലം നമുക്ക് പള്ളിയുടെ അടുത്ത് കുമ്മിടവല്ലിൽ പീലിച്ചേട്ടന് സ്ഥലമുണ്ട്, മറ്റേ വശത്ത് പിള്ളച്ചേർത്തെ ചാക്കോച്ചേട്ടന് സ്ഥലമുണ്ട്. സ്ഥലം ഇവിടെ ഉണ്ടച്ചാ, സ്ഥലമുണ്ടല്ലോ, അത് നമ്മൾ സ്വന്തമാക്കിയാൽ പോരെ. പിന്നെ അനുവാദമോ? അനുവാദം കിട്ടാനായിട്ട് നമുക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണ്? അന്ന് സുരേഖ് ജോൺ സാറ് MLA കട്ടിപ്പാറ ഇടവക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു 2-3 പേര് ഇവിടെ ഉണ്ടായിരുന്നു.
രവിയിൽ സുഭാഷിന്, ഓരിലെ പാപ്പച്ചൻ ചേട്ടന്, വെളിയത്ത് തൊമ്മൻ ചേട്ടൻ, ഇവരെല്ലാം ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ എന്നോട് പങ്കുവെച്ചയാൾ പറഞ്ഞു, നമുക്ക് അവരെ ചൂടാക്കാം, അവർ വഴി നമുക്ക് MLA സ്വാധീനിച്ച് അനുവാദമൊക്കെ വാങ്ങിക്കാം. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് താല്പര്യമായിട്ട് ഇദ്ദേഹം പറഞ്ഞു. ആ കൂടെ പറഞ്ഞു വെച്ചാൽ സാമ്പത്തികമായിട്ട് നമുക്ക് ഇല്ല, പക്ഷെ എല്ലാവരും സഹകരിക്കും, എല്ലാവർക്കും ഉള്ളിൽ താല്പര്യമുണ്ട്, സഹകരിക്കും. ഇനി എന്തെങ്കിലും കുറവ് അച്ഛന് സാമ്പത്തികമായിട്ട് എപ്പോഴെങ്കിലും തോന്നിയാൽ അച്ഛനൊരു കത്തും കൊടുത്ത ഒരാളെ എൻ്റെ വീട്ടിൽ പറഞ്ഞയച്ചാൽ ഞാൻ തീർച്ചയായിട്ടും സഹായിച്ചിരിക്കും. ഇത്രയും കേട്ടപ്പോൾ, ഇത്രയും താല്പര്യമുള്ള ഒരാൾ ഈ പ്രചോദനം തരുമ്പോൾ ഇതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായെന്ന് എനിക്ക് തിരിച്ച് അറിയാൻ കഴിഞ്ഞു. ഞാൻ പിന്നെ തലശ്ശേരി അഭിനന്ദ പിതാവുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തു, മറ്റ് പലരുമായിട്ട് ആലോചിച്ചു. അപ്പോൾ അടുത്ത ഞായറാഴ്ച തന്നെ പള്ളിയുടെ യോഗം വീണ്ടും വിളിച്ച് ഈ കാര്യമെല്ലാം യോഗത്തിൽ അവതരിപ്പിച്ചു. അതിനു മുമ്പ് തന്നെ ഈ സ്കൂളിലിരിക്കുന്ന ഈ സ്ഥലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുമ്പടവലിയിൽ പീലിച്ചേട്ടൻ്റെ സ്ഥലമായിരുന്നു. ഞാൻ പീലിച്ചേട്ടനോട് നേരത്തെ തന്നെ പറഞ്ഞു, പീലിച്ചേട്ടൻ ഇങ്ങനെ ഒരു ആലോചന വരുന്നുണ്ട്, സ്കൂളിന് വേണ്ടിയാണ്, ഈ ഒരു സ്ഥലമാണ് മനസ്സിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്കൂൾ കെട്ടുകയാണെങ്കിൽ ഞാൻ ആ സ്ഥലം തരാം. അപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യം ഉറപ്പായി, അനുവാദത്തിൻ്റെ കാര്യമല്ലേ, അതിങ്ങനെ ഒരു വശത്തോടെ ഉറപ്പായിട്ടുണ്ട്. ഈ കാര്യമെല്ലാം പള്ളിയോഗത്തിൽ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ അപേക്ഷ കൊടുത്തു, അനുവാദം കിട്ടി, ഈ സ്ഥലം വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തു വന്നു. ഇവിടെ എന്നെ എങ്ങനെ പ്രചോദിപ്പിച്ച ആൾ ഇവിടെ നമ്മുടെ PTA മുൻ പ്രസിഡൻ്റ് ഇവിടെ ഇരിപ്പുണ്ട്, പൂർവ്വ വിദ്യാർത്ഥികളുടെ ബിജു കണ്ണന്തറ, അദ്ദേഹത്തിൻ്റെ പിതാവ് വക്കഞ്ചേട്ടനാണ്. എല്ലാവരുടെയും സഹകരണം നമുക്കുണ്ടായി. പക്ഷെ വക്കഞ്ചേട്ടൻ്റെ ഈ ഒരു വാക്ക് എനിക്ക് വലിയ പ്രോത്സാഹനമായി തോന്നി. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ സ്കൂളിൻ്റെ തുടക്കം? പിന്നെ നമുക്ക് 76 സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നല്ല ഒരു അഡ്മിഷൻസിനെ കിട്ടി. യശിന്ത സിസ്റ്റർ, അങ്ങനെ സിസ്റ്ററും ഈ വേദിയിൽ ഇപ്പോൾ ഇരിക്കുന്നത് വലിയ സന്തോഷത്തോടെയാണ് ഞാൻ ഓർക്കുന്നത്. സിസ്റ്ററിനോടൊപ്പം ഉണ്ടായിരുന്ന ആദ്യ അധ്യാപകരുണ്ട്. പിന്നെ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 2 കൊച്ചുങ്ങളുണ്ടായിരുന്നു ഇവിടെ, 2 കൊച്ചുങ്ങൾ. അവരിപ്പോൾ വലുതായിപ്പോയി. ഒന്ന് മുളവേലിക്കുന്നേ കൊച്ച, മറ്റൊന്ന് പിള്ളച്ചർ കൊച്ച. മുളവേലിക്കുന്നിലെ കൊച്ച് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യം പ്രവർത്തിച്ചു. പിള്ളച്ചർ കൊച്ച് ഇതുമായിട്ട് വളരെ അടുത്ത് ഉള്ള ആളായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല കൊച്ചുങ്ങളും പല രക്ഷിതാക്കളും മാതാപിതാക്കളും ഈ നാട് മുഴുവനും ഇതിനു വേണ്ടി വലിയ സഹകരണത്തോടെ പ്രോത്സാഹനം തന്നിട്ടുള്ളവരാണ്. എല്ലാ മതസ്ഥരായിട്ടുള്ളവരും ഈ നാട്ടിലെ മുഴുവൻ പേരും ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു. ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് ചുണ്ടൻകുടിയിൽ ഉള്ള ഹാജിയാരെ, അദ്ദേഹത്തെ പോലുള്ള വലിയ മനുഷ്യർ, നല്ല മനുഷ്യർ ഈ നാട്ടിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ മക്കളുടെ മക്കളും ഒക്കെ ഇവിടെയുണ്ട്. അതുപോലെ ഒറ്റക്കെട്ടായിട്ട് നേരത്തെ അഭിനന്ദ പിതാവ് സൂചിപ്പിച്ചതുപോലെ ജാതിയോ മതമോ നിറമോ പേരോ ഒന്നും ചിന്തിക്കാതെ ഒറ്റക്കെട്ടായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. എന്നെ ക്ഷണിക്കുവാൻ വേണ്ടി അഡ്മിഷൻസും 2 അധ്യാപകരോടെ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവർ ക്ഷണക്കത്ത് തന്നു. ഞാൻ ആ ക്ഷണക്കത്ത് വിശദമായിട്ട് നോക്കി. അപ്പോൾ അവിടെ അവസാനത്തെ പേജിൽ ഈ 2025 വർഷത്തിലെ നേട്ടങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ എണ്ണി നോക്കി, 14 നേട്ടങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം വായിച്ചു കാണും. ഈ ഉപജില്ലയിൽ എത്രയോ സ്കൂളുകളുണ്ട്. പക്ഷെ ആ സ്കൂളുകളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ നിർമ്മല സ്കൂള് 14 ഇനങ്ങളിൽ ഫസ്റ്റും സെക്കൻഡും റണ്ണേഴ്സപ്പും ആയിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കൂള് തുടങ്ങിയതിൻ്റെ ലക്ഷ്യം എന്താണ്? അത് പൂർത്തിയായതുപോലെ എനിക്ക് തോന്നുകയാണ്. മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്, സാമ്പത്തികമായ അവരുടെ ആ സഹകരണത്തിന്, അവരുടെ പൊതുവായ താല്പര്യത്തിനെല്ലാം നല്ലൊരു ഉത്തരമാണ് ഈ സുവർണ ജൂബിലി വർഷത്തിൽ ഈ സ്കൂൾ ഈ വലിയ അഭിമാനം നേടിയത്. മറ്റെല്ലാ സ്കൂളുകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നു അഭിനന്ദ പിതാവ് അതേപ്പറ്റി പറഞ്ഞ് അഭിനന്ദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുകയാണ് ഇപ്പോഴുള്ള അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സഹകരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഒരിക്കൽ കൂടെ നല്ല നീണ്ട ഒരു ഹർഷാരവം കൊടുത്തുകൊണ്ട്
കൈയടി കൊടുത്ത് നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് അവരെ ഒന്ന് അനുമോദിക്കാം. നല്ലപോലെ കൈയടിച്ച്, ഇതുപോലെ നല്ലപോലെ കൈയടിക്ക്, ദീർഘമായി നല്ലപോലെ കൈയടിച്ച്. ഇത് കൈയടിക്കുമ്പോൾ നമുക്ക് വലിയ ആത്മീയ ഉന്മേഷമാണ് വരിക. തീർച്ചയായിട്ടും അവർ അഭിനന്ദനത്തിന് അർഹരാണ്. ഈ സ്കൂള് ഇനിയും മുമ്പോട്ട് പോയി അനേകം കുട്ടികളെ മനുഷ്യരായിട്ട് വളർത്തിക്കൊണ്ട് വരണം. മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ള ദർശനമാണ് എല്ലാ മതങ്ങളും തരുന്നത്. ആത്യന്തികമായിട്ട് അതാണ്. അവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചും വ്യതിചലിച്ചുമൊക്കെ വ്യത്യസ്തമായ പഠനങ്ങൾ കൊടുക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ മനുഷ്യനാരാണ് അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മളൊക്കെ നല്ല പൗരന്മാരായിട്ടും നല്ല മനുഷ്യരായിട്ടൊക്കെ ജീവിക്കുന്നത്. ഈ സ്കൂളിൽ നിന്ന് പുറത്തു പോകുന്നവർ മനുഷ്യ നന്മകൾ ഉൾക്കൊണ്ട് മാനസികതയെ വളർത്തിക്കൊണ്ട് ഈ നാടിനെ സ്നേഹിക്കുന്ന ഉത്തമ പൗരന്മാരായി മാറിക്കൊണ്ട് ഈ ദേശത്തെ സ്നേഹിക്കുന്നവരായി മാറിക്കൊണ്ട് വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ സ്കൂളിന് തുടക്കത്തിലുള്ള ആഗ്രഹവും ലക്ഷ്യവും അതുതന്നെയാണ്. അപ്പോൾ നല്ല മൂല്യബോധമുള്ള കുട്ടികൾ വളർന്നു വരണം. അതുകൊണ്ടാണ് ഈ ചെറിയ സ്ഥലത്ത് എല്ലാ പരിമിതികളുടെയും നടുക്ക് ഇപ്രകാരം ഒരു സ്ഥാപനം തുടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള പ്രേരണയുണ്ടായത്. അത് പൂർത്തിയാവാനുള്ള ദൈവാനുഗ്രഹം നമുക്കുണ്ടായി. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും അതിനോട് സഹകരിച്ചു. എൻ്റെ പിന്നാലെ വന്ന മാനേജർമാർ, അതിന് ശേഷം വന്ന അധ്യാപകർ, എല്ലാവരും കൂടെ കൂടിയേറ്റാണ് ഈ സ്കൂളിനെ ഇങ്ങനെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും ഞാനും നന്ദിയോടുകൂടി ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. ഈ സ്കൂളിനെയും പുരോഗമിക്കട്ടെ. അനവധി വ്യക്തികളെ ഈ സ്കൂള് ഇനിയും വളർത്തിക്കൊണ്ട് വരട്ടെ. ഇനിയും തുടർന്ന് വരുന്ന അധ്യാപകർ മുഴുവനും ഇതെൻ്റെ സ്കൂളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഈ സ്കൂളിനെ സ്നേഹിക്കാൻ ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇപ്പോഴുള്ള മാനേജർ ജിൻഡോ അച്ഛനെയും കോർപ്പറേറ്റ് മാനേജർ പാലക്കാട് അച്ഛനെയും ഒക്കെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇതുപോലുള്ള മാനേജർമാരും അധ്യാപകരും ഒരുമിച്ച് ചേർന്ന് ഈ സ്കൂളിനെ ഇനിയും ഉന്നതങ്ങളിലേക്ക് വളർത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുകയാണ്. ഈ ഒരു ചടങ്ങിന് എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ഭാഗങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തതായി പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജനപ്രിയ നേതാവ് ശ്രീ പ്രേംജി ജെയിംസിനെ ആശംസ പ്രസംഗത്തിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ആഘോഷ ചടങ്ങുകളുടെ അധ്യക്ഷനും ബഹുമാന്യമായ മാർ റമീജിയസ് പിതാവ്, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിന ടീച്ചർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജിൻഡോ അച്ഛൻ, സൈമൺ അച്ഛൻ, അതോടൊപ്പം തന്നെ പ്രധാന അധ്യാപിക അടക്കം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികൾ, മറ്റ് അധ്യാപകർ, മറ്റ് പ്രിയമുള്ള ഏറ്റവും പ്രിയമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ, മറ്റ് ഏറ്റവും സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒരു വർഷം മുമ്പ് നമ്മുടെ സുവർണ ജൂബിലിയുടെ തുടക്കത്തിലും അതോടൊപ്പം തന്നെ അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിലും പങ്കെടുക്കാൻ നിങ്ങളോടൊപ്പം പങ്കാളിയാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷവും അതോടൊപ്പം തന്നെ ഇവിടെ എന്നെ ക്ഷണിച്ചതിൽ പ്രത്യേകം നന്ദിയും അറിയിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി, അത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെപ്പറ്റിയും കൃത്യമായി ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ, അതിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ, രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ അധ്യാപനം കഴിഞ്ഞു പോയിട്ടുള്ള പൂർവ്വ അധ്യാപകരെ വിളിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകൾ ഇതിലെ കടന്നു പോകുന്ന നമുക്ക് വീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ എത്രമാത്രം ഈ സ്കൂളിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ മുന്നിൽ കാണുന്ന
ആ സുവർണ ജൂബിലിയുടെ സ്മാരകമായി പണിതിട്ടുള്ള ഗേറ്റ്. കട്ടിപ്പാറ പഞ്ചായത്തിൽ 3 UP സ്കൂളാണ് നിലവിലുള്ളത്. അതിലേറ്റവും മനോഹരമായി വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസപരമായും അവരുടെ കലാപരമായും കായികപരമായും മറ്റ് എല്ലാ മേഖലകളിലും എത്രമാത്രം ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം പരിശീലനം നൽകിക്കൊണ്ട് അവർക്ക് ഏറ്റവും പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ ചമ്മൽ നിർമ്മല UP സ്കൂൾ എന്ന് എനിക്ക് പ്രത്യേകം പറയാൻ സാധിക്കും. നമ്മുടെ നാട് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നാളുകളിലും ഓരോ നേട്ടങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഈ ചമ്മൽ പ്രദേശത്ത് നിർമ്മല UP സ്കൂളിൻ്റെ ഇനിയും മുന്നോട്ട് വരേണ്ട ധാരാളം ഘടകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ധാരാളം പേര് ഇവിടെ പഠിച്ചു പോയിട്ടുള്ള ധാരാളം പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ ഈ സ്കൂളുമായിട്ട് അത്രമാത്രം സ്കൂളിനെ സ്നേഹിക്കുന്ന ധാരാളം അവർ അത്തരം കാര്യങ്ങളിലേക്കെല്ലാം അവർ കടന്നു വരാൻ സാധ്യതയുണ്ട്. അവർ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും എത്രമാത്രം ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അത് എത്രമാത്രം അവരെ വിദ്യാഭ്യാസ മേഖലയിൽ സഹായിക്കാൻ സാധിക്കുമോ അത്തരം പ്രവർത്തനങ്ങൾ കൂടിയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരും വർഷങ്ങളിലും ഈ പുതുതായി കടന്നു വന്നിട്ടുള്ള ഭരണസമിതിയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും പ്രാമുഖ്യം നൽകിക്കൊണ്ട് അതിനെ ഏറ്റവും നല്ല ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആ ഔന്നത്യം നൽകുന്നതോടുകൂടി നമ്മുടെ ചമ്മൽ നിർമ്മല UP സ്കൂളും അതിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ജഗദീശൻ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ സുവർണ ജൂബിലിയുടെ 1000 അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജിൻസി തോമസിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ അധ്യക്ഷത വഹിച്ച അഭിവന്ദ്യ റെമിജിയസ് പിതാവെ, നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സജന ടീച്ചർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ചമ്മൽ നിർമ്മല UP സ്കൂളിനെ സംബന്ധിച്ച് ഇന്ന് ഏറെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ ഈ സ്കൂള് നിലവിൽ വന്നിട്ട് 50 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു വർഷം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ HM ജിസ്ന ടീച്ചർ ഒരുപാട് കലാകായിക മേഖലകളിലും വിദ്യാഭ്യാസപരമായ മേഖലയിലും ഒക്കെ ഒരുപാട് മികവുറ്റ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പല കാര്യങ്ങളും ഞാനിവിടെ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ടീച്ചറിൻ്റെ ഓരോ പരിപാടികളെ പറ്റിയും കഴിഞ്ഞ ടൈമിന് ഞാൻ കുറച്ച് പരിപാടികളിലൊക്കെ ഇവിടെ സംബന്ധിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ സ്കൂളിൻ്റെ മികവിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അച്ചടക്കത്തിൻ്റെ കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ നമ്മളിതിലെപ്പോഴും പാസ് ചെയ്ത് പോകുമ്പോഴും ഈ സ്കൂളിൽ നല്ലൊരു അച്ചടക്കത്തോടു കൂടിയാണ് കുട്ടികളെ ഇരുത്തുന്നത്. അത് HM മാത്രമല്ല, അധ്യാപകരും HM തമ്മിലുള്ള നല്ലൊരു ബന്ധമുള്ളത് കൊണ്ടും നല്ലൊരു ഐക്യമുള്ളത് കൊണ്ടാണ് ഈ സ്കൂളിനെ അത്രയും മികവുറ്റതാക്കാൻ സാധിച്ചിട്ടുള്ളത്. കുട്ടികളും അധ്യാപകരും തമ്മിലും മാതാപിതാക്കളും അധ്യാപകരും തമ്മിലും നല്ലൊരു ബന്ധത്തോടു കൂടി ഏതൊരു പരിപാടിയും വളരെ ആഘോഷത്തോടു കൂടി ഒരുമിച്ച് പങ്കാളിയാക്കിക്കൊണ്ടാണ് ഇവിടെ എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ട് പോകുന്നത്. അതുതന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഒരു വിജയം തന്നെയാണ്. ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ അറിവ് പകർന്നു കൊടുക്കാൻ ഇവിടെ അധ്യാപകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ ഇവിടെയുണ്ട്. അവരവർന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അന്നേരം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ തുടക്കത്തിൽ തന്നെ ഇവിടെ റിപ്പോർട്ട് വായിച്ചപ്പോഴും സ്വാഗത പ്രസംഗത്തിലും മുൻ പ്രാസംഗികരൊക്കെ തന്നെ നമ്മുടെ ഈ സ്കൂളിൻ്റെ വിജയത്തെപ്പറ്റി തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് കുട്ടികൾക്ക് അറിവിൻ്റെ ലോകത്തിലേക്കും ഉയർന്ന നിലവാരത്തിലേക്കും എത്താൻ സാധിക്കട്ടെ. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വാർഡ് മെമ്പറും PTA എക്സിക്യൂട്ടീവ് അംഗവുമായ ശ്രീമതി സൗമ്യ പ്രജീഷിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ,
നമ്മുടെ നാടിൻ്റെ അഭിമാനമായ നിർമ്മല സ്കൂളിൻ്റെ 50ാം വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. ഈ വേളയിൽ എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ വലിയ അഭിമാനമുണ്ട്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സുവർണ ജൂബിലി ആശംസകൾ. 50 വർഷം എന്നത് ഒരു ചെറിയ കാലയളവല്ല. അരനൂറ്റാണ്ട് കാലം ഈ നാടിൻ്റെ അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകുക എന്നത് ഒരു വലിയ തപസ് തന്നെയാണ്. ഈ വിദ്യാലയം വളരുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വളരുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ വികസന കുതിപ്പിലും ഒരു സഹായിയായി ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകുന്നു. ഇനിയും നൂറ്റാണ്ടുകളോളം അറിവ് പകർന്നു നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയും ആയിരുന്ന സിസ്റ്റർ ജസിന്ത ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ആശംസകൾ അർപ്പിക്കുവാൻ സിസ്റ്റർ ജസിന്തയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അഭിവന്യ പിതാവേ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതുപോലെ സദസ്സിലായിരിക്കുന്നവരെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, പ്രിയമുള്ള നാട്ടുകാരെ, ഒത്തിരി നല്ല വാക്കുകൾ കേട്ട് എല്ലാവരും സന്തോഷിച്ചിരിക്കുകയായിരിക്കും. എനിക്കും അനൽപമായ സന്തോഷമുണ്ട്. ഇങ്ങനൊരവസരം ലഭിച്ചത് വളരെ വിരളമായൊരവസരമാണ്. ഒരു സ്കൂളിൻ്റെ 50ാം വർഷവും കാണാൻ കഴിഞ്ഞു എന്നത്. എല്ലാവർക്കും ആശംസകളോടൊപ്പം ആദ്യം തന്നെ നന്ദിയും പറയുകയാണ്. നാടിൻ്റെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ മേഖലയിലെ 50 വർഷത്തെ സേവനം പൂർത്തിയാക്കുകയാണ് ചമ്മൽ നിർമ്മല UP സ്കൂൾ. വർഷങ്ങൾ അതിവേഗം കടന്നു പോകുന്ന നമ്മൾ അറിയുന്നില്ല. അതിനിടയ്ക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ ഓടിയെത്തുകയാണ്. അങ്ങനെ ഒരു അവസരമാണിത്. അതെ, നിർമ്മല UP സ്കൂൾ അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷ നിറവിലാണ്. 50 കൊല്ലം പിന്നിട്ടിട്ടും ഇപ്പോഴും വളരെ പ്രൗഢിയോടെ നിലകൊള്ളുന്ന ഈ സ്കൂളിനെ അണിയിച്ചൊരുക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സഹോദരരായ നാട്ടുകാർ എല്ലാവർക്കും അഭിമാനിക്കാം. അഭിനന്ദനങ്ങൾ. ചമ്മലിടവകയുടെ ആദ്യത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സൈമൺ വള്ളപ്പള്ളി അച്ഛനാണ് സ്കൂളിന് തുടക്കം കുറിച്ചത്. അച്ഛനോടൊപ്പം നാട്ടുകാരുടെ സഹകരണവും കൂടി ചേർന്നപ്പോൾ കാര്യം സുഗമമായി തീർന്നു. സ്കൂളിന് അനുവാദം ലഭിക്കുന്നതിന് അന്നത്തെ തിരുവാമ്പാടി MLAയും പിന്നീട് മന്ത്രിയുമായിരുന്ന ശ്രീ ജോൺ സാറിൻ്റെ സഹായ സഹകരണങ്ങൾ ലഭിച്ചത് നന്ദിയോടെ സ്മരിക്കുന്നു. സ്കൂളിൻ്റെ നിർമ്മാണത്തിനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അവരിൽ ആരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവരുടെ പേരുകൾ കണ്ണന്തറ വക്കൻ ചേട്ടൻ, കുഴിമുള്ളിൽ കുഞ്ഞേട്ടൻ, ഓരിൽ പാപ്പച്ചൻ ചേട്ടൻ, വെളിയത്ത് തൊമ്മൻ ചേട്ടൻ എന്നിവരായിരുന്നു. അവർക്ക് സ്നേഹപൂർവ്വം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. 1976 ജൂൺ 3-ാം തീയതിയാണ് സ്കൂൾ ആരംഭിച്ചത്. സ്ഥാപക മാനേജരായ ബഹുമാനപ്പെട്ട സൈമൺ അച്ഛനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അന്ന് സന്നിഹിതരായിരുന്ന അധ്യാപകരിൽ PP അശോകൻ സാർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. സാറിന് ആദരാഞ്ജലികൾ നേരുന്നു. ലോവർ പ്രൈമറി ക്ലാസ് പഠനം കഴിഞ്ഞ് വീട്ടിൽ തങ്ങിയ കുട്ടികൾക്ക് ഈ സ്കൂൾ ആരംഭിച്ചത് വലിയൊരു അനുഗ്രഹമായി തീർന്നു. 5ഉം 6ഉം ക്ലാസ്സുകൾ ഒരുമിച്ചാണ് ആരംഭിച്ചത്. പുതിയ സ്കൂളും പുതിയ അധ്യാപകരും എല്ലാവരും അവനവൻ്റെ കഴിവിൻ്റെ പരമാവധി സംഭാവന ചെയ്തിട്ടുണ്ട്. സദസ്സിൽ സന്നിഹിതരായിരിക്കും ഇവരിൽ പലരും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പാഠ്യേതര രംഗത്ത് നല്ല നേട്ടം കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നതിൽ സന്തോഷിക്കുന്നു. ഭൗതിക സൗകര്യങ്ങൾ വളരെ കുറവുള്ളൊരു കാലഘട്ടമായിരുന്നു അന്ന്. വാഹന സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു കാലം. റോഡാണെങ്കിൽ മൺ റോഡ്.
മഴയത്തെ ചെളി റോഡ്. സ്കൂളിൻ്റെ പല കാര്യങ്ങൾക്കും വേണ്ടി താമരശ്ശേരി വരെ എത്തേണ്ടിയിരുന്നു. അവിടെയാണ് ട്രഷറിയും അതുപോലെ AUS ഓഫീസും. 21-ലെത്തിയാലും ബസ്സുകളൊന്നും നിർത്തുകയില്ല. മിക്കവാറും ബസ്സുകൾ പാസ്റ്റായിരിക്കും, പിന്നെയും കാത്തു നിൽക്കും. അങ്ങനെ കഷ്ടപ്പാടുകൾ കുറേ ഉണ്ടായിരുന്നെങ്കിലും ദൈവാനുഗ്രഹത്താൽ അതെല്ലാം തരണം ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ സന്തോഷിക്കുന്നു. മാനേജ്മെൻറ്റിൻ്റെയും നാട്ടുകാരുടെയും സഹകരണവും വളരെ ഏറെ ലഭിച്ചിട്ടുണ്ട്. സൈമണത്തിന് ശേഷം വികാരിയായിട്ട് വന്നത് ഫാദർ ബഹുമാനപ്പെട്ട ജോസഫ് മണ്ണുരച്ചനാണ്. ഇപ്പോഴത്തെ LP സ്കൂൾ കെട്ടിടവും ഓഫീസ് റൂമും ഈ ഗ്രൗണ്ടുമെല്ലാം അച്ഛൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. അച്ഛൻ ഇപ്പോൾ രോഗാവസ്ഥയിലായിരിക്കുന്നതിനാൽ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കാതെ പോയി. അച്ഛൻ്റെ സേവനം നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചമ്മൽ ഗ്രാമം ഒരു കുടുംബം പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും എപ്പോഴും സ്നേഹത്തോടു കൂടി ഇടപെടുന്ന സാഹചര്യം. ചമ്മലിൽ ആദ്യമായിട്ടാണ് ഒരു കോൺവെൻറ്റ് വരുന്നത്. അതിനാലായിരിക്കണം സിസ്റ്റേഴ്സായ ഞങ്ങളോട് ഇവർക്ക് എപ്പോഴും താല്പര്യമായിരുന്നു. ഓരോ സിസ്റ്ററും അവരുടെ സ്വന്തം പോലെയായിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 13 വർഷം ഇവിടെ പ്രധാന അധ്യാപികയായി സേവനം ചെയ്യാൻ കഴിഞ്ഞു വന്നത് നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ 50-ാം വർഷത്തെ ജൂബിലി ആഘോഷത്തിലും പങ്കെടുക്കുവാൻ ദൈവം എന്നെയും അനുവദിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നതിനോടൊപ്പം ഇതിന് സാഹചര്യമൊരുക്കിയ എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ ജൂബിലിയുടെ മംഗളങ്ങളും ആശംസിക്കുന്നു. ഇപ്പോഴത്തെ പ്രധാന അധ്യാപികയായ ജിസന ടീച്ചർക്കും സഹ അധ്യാപകർക്കും PTA-ക്കും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അവരുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങുവാൻ എനിക്കിടയായി. അങ്ങനെ പഴയവരെ ഓർക്കുന്ന ഒരു നല്ല പാരമ്പര്യം ഈ സ്കൂളിന് കൈവന്നിരിക്കുന്നു. കഴിഞ്ഞ ഒരു തലമുറ കടന്നുപോയി. ഇപ്പോഴത്തെ തലമുറയിൽ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു. നിങ്ങളുടെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എപ്പോഴും ഇന്നും അനുഭവപ്പെട്ടു. ഈ സ്നേഹമെന്നും ഉണ്ടായിരിക്കട്ടെ. എന്നോട് മാത്രമല്ല, ഈ നാടിനോടും ഈ ലോകത്തോടുമെല്ലാം. എല്ലാവരും പ്രസംഗത്തിൽ പറഞ്ഞു എന്താണ് വിദ്യാഭ്യാസമെന്ന്. അതിൻ്റെ മൂല്യബോധം എല്ലാവർക്കും മനസ്സിലായി. മനുഷ്യനെ മനുഷ്യരായി കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ടാകണം. അല്ലെങ്കിൽ അതാണ് നമ്മുടെ മനസ്സിൽ രൂപപ്പെടേണ്ടത്. സ്കൂൾ പഠിച്ചതുകൊണ്ട് അക്ഷരങ്ങളോ മറ്റു കഴിവുകളോ ഒന്നും വികസിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആരാണെന്ന് മറ്റുള്ളവർക്ക് നമ്മൾ സ്നേഹത്തോടെ കാണിച്ചു കൊടുക്കുക എന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുറേ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭാവി തലമുറയും ഈ നാടിൻ്റെ വിളക്കായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ജൂബിലി മംഗളങ്ങൾ. കട്ടിപ്പാറ ഹോളി ഫാമിലി ഹൈസ്കൂൾ ടീച്ചർ, ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയായ ശ്രീമതി ബ്ലെസ്സി ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ചമൽ നിർമ്മല UP സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ അധ്യക്ഷത വഹിച്ച അഭിവന്യ റെമിജിയസ് പിതാവെ, ഉദ്ഘാടക കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷജീന ടീച്ചർ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ആദരണീയനായ കോർപ്പറേറ്റ് മാനേജർ ജോസഫ് പാലക്കാട്ടച്ച, മുഖ്യ അതിഥി കുമാരി ഫൈഹ, സ്ഥാപക മാനേജർ സൈമണച്ച, ഇപ്പോഴത്തെ മാനേജർ ജിൻഡു അച്ച, മറ്റ് ബഹുമാന്യരായ ജനപ്രതിനിധികളെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രത്യേകിച്ചും എൻ്റെ പ്രധാനാധ്യാപിക കൂടിയായിരുന്ന ഏറെ സ്നേഹം നിറഞ്ഞ ജസീന്ത സിസ്റ്റർ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയ കുട്ടികളെ, 50 വർഷത്തിൻ്റെ നിറവിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ചമൽ നിർമ്മല UP സ്കൂളിന് ആദ്യമായി തന്നെ എല്ലാ ആശംസകളും നേരുന്നു. ഇന്ന് മനോഹരമായി സായം സന്ധ്യയിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ സാധിച്ചതിലേറെ സന്തോഷിക്കുന്നു. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ സ്കൂൾ രൂപപ്പെടുത്തി സമൂഹത്തിലേക്ക് അയച്ച ധാരാളം വിദ്യാർത്ഥികൾ എൻ്റെ ജിസ്ന ടീച്ചർ പറയുന്നത് പോലെ എൻ്റെ വിദ്യാലയത്തിലൂടെ
കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വിദ്യാലയം കഴിഞ്ഞ 50 വർഷമായി ധാരാളം വിദ്യാർത്ഥികളെ ഈ നാടിന് മുതൽക്കൂട്ടായി നൽകിയെന്നതിൽ അഭിമാനിക്കാം. അതോടൊപ്പം ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ ശക്തി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മികവുറ്റ നേതൃത്വം ഈ സ്കൂളിനുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മികവുറ്റ നേതൃത്വത്തോടൊപ്പം ഈ സ്കൂളിന് എന്നൊരു അമൂല്യമായ ഭാഗ്യവുമുണ്ട്. സ്ഥാപക മാനേജരും പ്രഥമ ഹെഡ് മാസ്റ്ററും ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൽ നേരിട്ട് വന്ന് പങ്കെടുക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. പ്രഥമ ഹെഡ് മാസ്റ്ററോടൊപ്പമായിരുന്നു എൻ്റെ ആദ്യ പ്രഥമ പെർമനൻറ്റ് അപ്പോയിൻമെൻറ്റ്. പുഴിത്തോട് ICUP സ്കൂളിൽ ജസിന്ത സിസ്റ്റർ HM ആയിരിക്കുമ്പോഴാണ് ഞാനവിടെ ജോയിൻ ചെയ്തത്. ഇതിവിടെ എടുത്തു പറഞ്ഞത് ടീച്ചർ സിസ്റ്ററിനോടുള്ള എൻ്റെ ആദരവും നന്ദിയും അറിയിക്കാനും കൂടിയാണ്. ദീർഘവീക്ഷണത്തോടെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ പ്ലാൻ ചെയ്തുകൊണ്ട് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നിർവഹിക്കുന്ന പ്രധാന അധ്യാപിക ജസ്ന ടീച്ചറിനും സഹപ്രവർത്തകർക്കും PTIക്കും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന നിർമ്മല UP സ്കൂളിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുവാൻ IUM LP സ്കൂൾ കന്നൂട്ടിപ്പാറയിലെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ജസീന ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദ്യമായി ഈ സുവർണ വിസ്മയം പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. ഈ ചമൽ സ്കൂള് വിജയകരമായ ഈ 50 വർഷം പൂർത്തിയാക്കുന്നതിൽ ഞാൻ ആദ്യം തന്നെ ഈ സ്കൂളിൻ്റെ എൻ്റെ പേരിലുള്ള അഭിനന്ദനം അറിയിക്കുന്നു. ഇവിടെ വന്ന സമയത്ത് നമ്മുടെ കന്നൂട്ടിപ്പാറ സ്കൂളിൻ്റെ മിന്നും താരങ്ങളായ ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടു. അവരിവിടെയും അവരുടെ ഒരു കഴിവുകളൊന്നും മങ്ങാതെ അതേപോലെ ജ്വലിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ തന്നെ നിരന്തരമായി സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയപ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിൽ ഒരുപാട് അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു. ഏതായാലും ഈ ചമൽ സ്കൂളിൻ്റെ വിജയത്തിൽ പങ്കാളിയായി എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നു. ഒരു വിദ്യാലയത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ഒന്നിച്ച് പോകുമ്പോഴാണ്. കലാപരമായും കായികപരമായും വിദ്യാഭ്യാസപരമായും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ഈ സുവർണ വിസ്മയം പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ടീച്ചർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് നിർമ്മല LP സ്കൂളിലെ റിൻസി ടീച്ചറെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സുവർണ ജൂബിലി ആഘോഷ പരിപാടിയുടെ അധ്യക്ഷൻ അഭിവന്യ റെമീജിയസ് പിതാവേ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിന ടീച്ചർ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോസഫ് പാലക്കാട്, സുവനീർ പ്രകാശനം ചെയ്ത ഫാദർ സൈമൺ വള്ളോപ്പള്ളി, ഞങ്ങളുടെ സ്കൂൾ മാനേജർ ഫാദർ ജിൻഡോ വരകിൽ, ഈ സ്കൂളിൻ്റെ HM ജസ്ന ടീച്ചർ, ഈ പരിപാടിയുടെ മുഖ്യ അതിഥി ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് ഫൈഹ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, നിർമ്മല UP സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ വേദിയിൽ ആഘോഷ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഏറെ നേട്ടങ്ങളുടെയും ഉയർച്ചയുടെയും അനുഭവങ്ങൾ ഈ വിദ്യാലയത്തിലൂടെ കടന്നുപോയ ഓരോ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാകാം. ഒരു നാടിൻ്റെ ഭാവി പൗരന്മാരെ വാർത്തെടുക്കുന്ന മഹത്തായ സ്ഥാപനമാണ് വിദ്യാലയം എന്നതിൻ്റെ തെളിവാണ് ആയിരങ്ങൾക്ക് അക്ഷരം പകർന്നു നൽകി അവരെ ജീവിത വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഈ നിർമ്മല UP സ്കൂൾ. സഹജീവികളെ സ്നേഹിക്കാനും അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും കഴിയുന്ന നല്ല വ്യക്തിത്വമുള്ള വിദ്യാർത്ഥികളിലൂടെ ഈ വിദ്യാലയം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിറവിലായിരിക്കുന്ന ഈ അവസരത്തിൽ നിർമ്മല LP സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും എൻ്റെ സഹപ്രവർത്തകരുടെയും പേരിൽ ഈ സുവർണ ജൂബിലിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
താങ്ക് യു ടീച്ചർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ ബിജു കണ്ണന്ത്ര. ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിച്ച മാർ റെമിജിയോസ് ഇഞ്ചനാനിൽ പിതാവേ, വേദിയിലുള്ള സ്നേഹബഹുമാനപ്പെട്ട സൈമനച്ച, ജിൻഡോ അച്ച, പ്രിയപ്പെട്ടവരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സന്തോഷച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടിയിൽ നമ്മളൊക്കെ പങ്കെടുക്കുക. ഈ സ്കൂളിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് 5 വർഷം മുമ്പ് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഓർമ്മകൾ അയവിറക്കിയ പ്രിയപ്പെട്ട സ്ഥാപക മാനേജർ സൈമനച്ചനോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. 50-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പരിപാടിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് കൂടുകയും അതിൽ പൂർവ്വ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുവാൻ തീരുമാനിക്കുകയും ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ 50 വർഷത്തെ ഈ സുവർണ ജൂബിലിക്ക് ഓർമ്മയ്ക്കായിട്ട് ഒരു പ്രവേശന കവാടം നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അകവഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് മനോഹരമായ ഒരു പ്രവേശന കവാടം പൂർത്തിയാക്കുവാൻ സാധിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികളോടുള്ള സ്നേഹവും കടപ്പാടും നന്ദിയുമൊക്കെ ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ മുമ്പ് സൂചിപ്പിച്ചവരൊക്കെ പറഞ്ഞതുപോലെ 50 വർഷം എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ കാലയളവല്ല. തുടക്കം മുതൽ ഈ സമയം വരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും വിഷയങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയ ഈ സ്കൂള് ഇപ്പോൾ തലയുയർത്തി നിൽക്കുന്നത് കലാപരവും കായികവും അതേപോലെ പഠനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മികവ് പുലർത്തിക്കൊണ്ടാണ്. അതിനെല്ലാം കടന്നു പോയിട്ടുള്ള മാനേജർമാരും സ്കൂൾ പ്രധാന അധ്യാപകരും അതേപോലെ തന്നെ ഇവിടുത്തെ പേരൻസിൻ്റെയും കഠിനമായിട്ടുള്ള പരിശ്രമം ഫലമായിട്ടാണ് ഈ ഒരു വിജയം നേടാൻ സാധിച്ചതെന്ന് നമുക്കറിയാം. തുടർന്ന് മുന്നോട്ട് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ കഴിവ് വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഇനിയും മുന്നോട്ട് ഈ സ്കൂളിൻ്റെ പ്രയാണം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും ഒട്ടനവധി മഹാരഥന്മാരെ സംഭാവന ചെയ്യാൻ ഈ സ്കൂളിന് സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. ഒപ്പം പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഒട്ടനവധി ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അകലങ്ങളിൽ നിന്ന് ഈ പരിപാടി വീക്ഷിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരുടെയും ആശംസകൾ അറിയിക്കാൻ വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. PTA പ്രസിഡന്റ് ശ്രീ ഹാസിഫ് PM. പ്രിയപ്പെട്ടവരെ, 50 വർഷങ്ങൾ നീണ്ട കാലയളവാണ്. 7 വർഷം ഇവിടെ പഠിക്കാനും ഈ 50ാമത് വർഷം ഒരു PTA പ്രസിഡൻ്റായിട്ട് ഇന്ന് ഈ കാണുന്ന തരത്തിലേക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഒരു ട്രെയിൻ പോലെയാണ്, ഒരു തീവണ്ടി പോലെ. എത്ര കുട്ടികളാണല്ലേ, എത്ര പേരാണ് ഇവിടെ പഠിച്ചതില്ലേ. നിരവധി സ്റ്റോപ്പുകളിൽ ഇറങ്ങിയിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. നമ്മുടെ ദേശത്തും നമ്മുടെ പല രാജ്യത്തും ആയിട്ട് ജോലിയായിട്ടും അല്ലാതെയുമൊക്കെ നമ്മുടെ ഈ കൊച്ചു കലാലയത്തിൽ പഠിച്ചവരുണ്ട്. നമ്മുടെ ജീവിതത്തിലും അതുപോലെ ഒരു ട്രെയിനുണ്ട്, ഒരു തീവണ്ടിയുണ്ട്. നമ്മളാണ് അതിൻ്റെ എൻജിൻ. പിറകിലെ ബോഗികളിൽ, കമ്പാർട്ട്മെൻറ്റുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഓർത്തു നോക്കണം. ഒരുപാട് പേരുണ്ടായിരുന്നു. മാതാപിതാക്കളായും സഹോദരങ്ങളായും നാട്ടുകാരായും ഒക്കെ ഒരുപാട് പേര് കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലേക്ക് എത്തി. ഇപ്പം ഞാനെന്ന സ്വന്തത്തിലേക്ക് മാറിയപ്പോൾ
ആരൊക്കെയുണ്ട്? ഞാൻ കുറച്ചു കാലം 4-5 വർഷം പ്രവാസിയായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കത്തെഴുതുമായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ, ഇഷ്ടം പോലെ 50-60 കത്തുകളൊക്കെ. അപ്പം അതിലൊക്കെ ഞാൻ എന്ന് സ്വന്തം, എനിക്ക് തിരിച്ചു വരുന്ന കത്തുകളിലും എന്ന് സ്വന്തം എന്നുള്ളൊരു വാക്കുണ്ടാവും. അതുണ്ടാക്കുന്നൊരു ഫീലുണ്ട്, ഒരു വല്ലാത്തൊരു അനുഭവമാണത്. ഇപ്പോൾ നമുക്ക് അതുപോലുള്ള കത്തുകൾ എഴുതാനുള്ള അവസരങ്ങളില്ല, മെസ്സേജുകളായിട്ട് ഇങ്ങനെ പറന്നു കിടക്കുന്നു. ആ എന്ന് സ്വന്തം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ നേരത്തെ കോർപ്പറേറ്റർ അച്ഛൻ പറഞ്ഞു മാനുഷാത അരുത് എന്ന് പറയുന്നതിന് നേർവിപരീതമായിട്ട് നമ്മളെ സ്വന്തമാക്കുന്ന, എല്ലാവരും പ്രിയപ്പെട്ടവരാക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. എൻ്റെ ട്രെയിനിൽ അതിന് ഏറ്റവും അടുത്തുള്ള ബോഗികളിൽ, ആദ്യത്തെ ബോഗികളിൽ ഇവിടുത്തെ ടീച്ചർമാരും കുട്ടികളും ഈ നാട്ടുകാരും എല്ലാവരും ഉണ്ടാവും. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ കൂടെയുള്ള PTA അംഗങ്ങൾ അവരും എൻ്റെ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 50ാമത് വർഷത്തിൽ ഈ രജത ജൂബിലിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. MPTA ചെയർപേഴ്സൺ ശ്രീമതി സിനി മാത്യു. അഭിയന്യ പിതാവേ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ ടീച്ചേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, കനകപ്രഭ ചൊരിയുന്ന ഈ സായാം സന്ധ്യയിൽ ഒരുപാട് മധുര സ്മരണകളുമായിട്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. നിർമ്മല UP സ്കൂൾ പ്രകാശവും മാതൃകയുമായി അനേകം വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് വിജയഗാഥ രചിച്ചതിൻ്റെ അനുഭവങ്ങൾ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന സന്ധ്യ. നിർമ്മല ഇന്ന് ശിരസ്സുയർത്തി നിൽക്കുന്നത് അനേകരുടെ അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അകമൊഴിഞ്ഞ സഹകരണത്തിൻ്റെയും ഫലമാണ്. കാലാകാലങ്ങളായി സേവനമനുഷ്ഠിച്ച് കടന്നുപോയ ബഹുമാനപ്പെട്ട മാനേജർ അച്ഛന്മാർ, പ്രധാന അധ്യാപകർ, ടീച്ചേഴ്സ്, മാതാപിതാക്കൾ, നാട്ടുകാർ എന്നിവരുടെ സഹായ സഹകരണവും കഠിനാധ്വാനവുമാണ് ഈ വിദ്യാലയത്തിന് ഹരിതഭംഗി നൽകുന്നത്. ഈ അവസരത്തിൽ മൺമറഞ്ഞു പോയവരെ നമുക്ക് ഓർമ്മിക്കാം, ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഈ സുവർണ ജൂബിലി ആഘോഷവേളയിൽ ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ സംഘാടകർക്കും മറ്റെല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. PTA വൈസ് പ്രസിഡന്റ് ശ്രീ നോർദീൻ T. നമുക്കറിയാം, നാം ഇപ്പോൾ നിൽക്കുന്നത് നിർമ്മല UP സ്കൂളിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിലാണ്. നിർമ്മല UP സ്കൂൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനസാഗരമാണ് നിർമ്മല അങ്കണത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇതുവരെ ഇങ്ങനൊരു എനിക്ക് 5 വർഷം ഇവിടെ പഠിക്കാനും ഏകദേശം ഒരു 15-16ഓളം വർഷമായി ഇവിടെ ജോലി ചെയ്യാനും സൗഭാഗ്യമുണ്ടായി. ഇതുവരെ ഇങ്ങനൊരു ജനത്തെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ എല്ലാ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് ആദ്യമായി പറയുകയാണ്. മറ്റൊന്ന്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ പോലെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇവിടേക്കുള്ള പ്രവേശന കവാടം പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ നാട്ടുകാരും സഹകരിച്ച് നിമിഷ നേരം കൊണ്ടാണ് ഇവിടെ പടുത്തുയർത്തിയത്. അതേപോലെ തന്നെ ഇനി മുന്നോട്ടും ഈ നിർമ്മല സ്കൂളിന് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് സ്കൂൾ ലീഡർ സന ഫാത്തിമ. Good evening to one and all present in here, honorable chief guest and other esteemed guests, respected headmistress, dedicated teachers, proud parents and my dear friends. We are all gathered here today in this delightful evening to celebrate the golden 50 years of our school. It is a celebration of the talent and spirit that all of you brings to this school. The magnificent 50 years is a vibrant tapestry woven with the thread of our hard work, creativity and the unwavering spirit of the school community.
From academic milestones to shining in sports and arts, we have grown together from learning the value of teamwork and perseverance. I would like to express my heartfelt gratitude to our teachers and parents for their constant support. Let us keep dreaming, working hard, and lifting each other up. Let me conclude my speech with an inspirational quote. A little learner today, a world changer tomorrow. Thank you for lending me your ears. താങ്ക് യു ഡിയർ സന. ജൂൺ മാസത്തിൽ പ്രവേശനോത്സവം മുതൽ സുവർണ ജൂബിലി ആഘോഷം, സുവർണോത്സവം വരെ ഒരു വർഷം നീണ്ടുനിന്ന ഗോൾഡൻ ജൂബിലിയുടെ ചുക്കാൻ പിടിച്ച ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ജിസ്ന ജോസിനെ ഈ കാര്യപരിപാടികൾക്ക് നന്ദി അർപ്പിക്കുവാൻ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അക്ഷരവേദിയിൽ ആയിരങ്ങൾക്ക് അഗ്നിനാളം കൊടുത്തത് ഈ കൽമണ്ഡപം. ഇവിടെ ഞാൻ ആദ്യമായി അക്ഷരപ്പൂവിൻ ചെറുതേനെടുത്തു തേനീച്ച പോലെ. അക്ഷരവേദിയിൽ ആയിരങ്ങളെ കൈപിടിച്ചുയർത്തിയ പുണ്യപാവനമായ ഈ കലാലയം ഇന്ന് 50 സംവത്സരങ്ങൾ കഴിഞ്ഞു പിന്നിട്ടിരിക്കുന്നു. നടന്നു കയറിയ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വിദ്യാലയത്തിന് പറയാൻ കഥകളേറെയുണ്ട്. കുതിപ്പിൻ്റെയും കിതപ്പിൻ്റെയും ഓർമ്മകളുണ്ട്. വലിയ നേട്ടങ്ങളുടെയും പ്രതിസന്ധി ഘട്ടങ്ങളുടെയും കഥകൾ പറയാനുണ്ട്. അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിറവിൽ ഈ സുവർണ ജൂബിലി ആഘോഷം നടത്തപ്പെടുമ്പോൾ അത് നമുക്ക് മുമ്പിൽ വരച്ചിടുന്ന ചില ചിത്രങ്ങളുണ്ട്. 50 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന നിർമ്മല UP സ്കൂളിൻ്റെ സുവർണ ചരിത്രം ഇന്ന് ആഘോഷമാക്കാൻ നമ്മോടൊപ്പം ചേർന്ന എല്ലാ മഹത് മനസ്സുകൾക്കും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ സേവകനാവട്ടെ എന്ന വചനം ജീവിതത്തിൽ പകർന്നു നൽകുന്ന ഇടയനായി തിരക്കുകൾക്കിടയിലും നമ്മുടെ വിദ്യാലയത്തിലെത്തി ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിച്ച താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പിതാവിനോടുള്ള നന്ദി അറിയിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾക്ക് എന്നും പ്രചോദനമാണ്. രൂപതയുടെ ഇടയനായി നിന്നുകൊണ്ട് വിദ്യാഭ്യാസത്തെയും തലമുറകളെയും സ്നേഹത്തോടെ കൈപിടിച്ച് നയിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം തന്നെ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറി. ഇന്ന് ഈ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ച ശ്രീമതി സജന ടീച്ചർ പൊതുജനസേവനത്തെ ഒരു ഉത്തരവാദിത്തമായി മാത്രമല്ല ഒരു ദൗത്യമായി കാണുന്ന ടീച്ചറുടെ വാക്കുകൾ ഞങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകി. വിദ്യാഭ്യാസത്തോടുള്ള ആത്മാർത്ഥമായ സമീപനവും കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള കരുതലും ടീച്ചറുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി നമ്മുടെ സ്കൂളിലെത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീമതി സജന ടീച്ചർക്ക് സ്നേഹപൂർവ്വം ചമൽ നിർമ്മല UP സ്കൂളിൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ അനുഗ്രഹ നിമിഷങ്ങളെ അർത്ഥവത്താക്കിയ കോർപ്പറേറ്റ് മാനേജർ ആഘോഷങ്ങളുടെ ഓരോ ഘട്ടത്തിലും വേണ്ട നിർദ്ദേശങ്ങളും കരുതലും നൽകി ഈ പരിപാടിയെ ക്രമബദ്ധവും മനോഹരവുമാക്കി മാറ്റി. വിദ്യാഭ്യാസത്തെയും മൂല്യങ്ങളെയും ചേർത്ത് പിടിച്ച് അധ്യാപകരെയും വിദ്യാലയങ്ങളെയും നയിക്കുന്ന അച്ഛൻ്റെ നേതൃത്വത്തിനും ഇവിടെ കടന്നു വന്ന് നൽകിയ വാക്കുകൾക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച മഹത് വ്യക്തിത്വമാണ് ഫാദർ സൈമൺ വള്ളോപ്പള്ളി. അച്ഛൻ്റെ ദീർഘദർശനവും സേവന മനോഭാവവും കൊണ്ടാണ് ചമൽ എന്ന ഗ്രാമപ്രദേശത്ത് നിർമ്മല UP സ്കൂളിന് ഇത്രയേറെ ശോഭയോടെ നിലനിൽക്കാൻ സാധിച്ചത്. സൈമൺ അച്ഛന് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നേതൃത്വത്തിലൂടെ മാത്രമല്ല സ്നേഹത്തിലൂടെയും സഹകരണത്തിലൂടെയും എപ്പോഴും മുന്നിൽ നിന്ന് നയിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ നേതാവാകുന്നത്. ഈ സുവർണ ജൂബിലിയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങളോടൊപ്പം നിന്ന് സ്കൂളിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിച്ച പ്രിയ മാനേജർ ഫാദർ ജിൻഡോ വരകിലിന് സ്നേഹാദരങ്ങളോടെ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ വേദി അർത്ഥവത്തും ഹൃദയസ്പർശിയുമായത് ഒരു അപൂർവ പ്രതിഭയുടെ സാന്നിധ്യം കൊണ്ടാണ്. കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിലും ചിന്തകൾക്ക് അതിരുകളില്ലെന്നും വാക്കുകൾക്ക് ലോകത്തെ സ്പർശിക്കാനുള്ള ശക്തിയുണ്ടെന്നും തൻ്റെ ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും നമ്മെ ഓർമ്മിപ്പിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് കുഞ്ഞു കവിയത്രി ഫൈഹയ്ക്ക് ഹൃദയപൂർവമായ നന്ദി അറിയിക്കുന്നു.
സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ആരംഭിച്ച നിമിഷം മുതൽ ഇന്നുവരെ നമ്മുടെ ഓരോ പ്രവൃത്തികളിലും സാന്നിധ്യവും സഹകരണവും നൽകിക്കൊണ്ട് ഈ ആഘോഷങ്ങളെ കൂടുതൽ അർത്ഥവത്താക്കിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രേംജി ജെയിംസ് ആയിരുന്നു. അദ്ദേഹത്തിന് ഏറെ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. വളരെ ലാളിത്യത്തോടെയും സ്നേഹപൂർവ്വമായ സമീപനത്തോടെയും നമ്മോടൊപ്പം നിന്ന് ആശംസകൾ പങ്കുവച്ച ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജിൻസി തോമസ് മാമിൻ്റെ വാക്കുകളും സാന്നിധ്യവും ഞങ്ങൾക്ക് സന്തോഷവും ആത്മവിശ്വാസവും നൽകി. ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു. സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ച് ഈ വേദിയെ ആദരിച്ച ശ്രീമതി സൗമ്യ പ്രജീഷ്, വാർഡ് മെമ്പറും ഞങ്ങളുടെ PT എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ശ്രീമതി സൗമ്യ പ്രജീഷിന് ചമൽ നിർമ്മല UP സ്കൂളിൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യകാലങ്ങളിൽ ഇവിടെ പഠിച്ചിരുന്ന തലമുറകളുടെ മനസ്സിൽ അമ്മ സ്നേഹമായി ആശ്വാസമായി ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് സിസ്റ്റർ ജസീന്ത. ഇന്നും എല്ലാവരും അന്വേഷിക്കുന്നതും സ്നേഹത്തോടെ പറയുന്നതുമെല്ലാം സിസ്റ്റർ ജസീന്തയെക്കുറിച്ചാണ്. പ്രായത്തിൻ്റെ പരിമിതികൾ അവഗണിച്ചും ഇവിടെ വരെ എത്തി ഈ മഹത്തായ ചടങ്ങിൽ സാന്നിധ്യം നൽകി അനുഗ്രഹിച്ച സിസ്റ്റർ ജസീന്തയ്ക്ക് ചമൽ നിർമ്മല UP സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ആശംസകളിലൂടെയും സ്നേഹ സാന്നിധ്യത്തിലൂടെയും നമ്മോടൊപ്പം നിന്ന് ഈ ആഘോഷങ്ങൾക്ക് കൂടുതൽ സൗഹൃദവും കരുത്തും പകർന്നതിന് തൊട്ടടുത്ത സ്കൂളിലെ പ്രധാന അധ്യാപകരായ ശ്രീമതി ബസി KU, ശ്രീ അഹമ്മദ് ബഷീർ, ശ്രീമതി ജസീന KP, ശ്രീമതി റിൻസി ഷാജു എന്നിവർക്ക് സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ആദ്യകാലങ്ങളിൽ വിദ്യാർത്ഥി സമൂഹത്തിന് നേതൃത്വം നൽകി സ്കൂൾ ലീഡറായി പ്രവർത്തിച്ച് തൻ്റേതായ അടയാളം പതിപ്പിച്ച അഡ്വക്കേറ്റ് ബിജു കണ്ണന്തറ ഇന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡൻ്റായാണ് നമ്മോടൊപ്പം ഈ വേദി പങ്കിട്ടത്. അദ്ദേഹത്തിന് ചമൽ നിർമ്മല UP സ്കൂളിൻ്റെ നന്ദി അറിയിക്കുന്നു. ആശംസകളിലൂടെയും സജീവ സാന്നിധ്യം കൊണ്ടും സ്കൂളിനോടുള്ള സ്നേഹവും കുട്ടികളോടുള്ള കരുതലും പ്രകടിപ്പിച്ച PTA പ്രസിഡന്റ് ശ്രീ ഹാസിഫ് P, വൈസ് പ്രസിഡന്റ് ശ്രീ നൂറുദ്ദീൻ, MPTA ചെയർപേഴ്സൺ ശ്രീമതി സിനി മാത്യു എന്നിവർക്ക് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച സ്കൂൾ ലീഡർ കുമാരി സന ഫാത്തിമയ്ക്ക് ചമൽ നിർമ്മല UP സ്കൂളിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ ജൂബിലി ആഘോഷങ്ങൾ വിജയകരമായി മനോഹരമായി നടത്തുവാൻ നമ്മോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാവർക്കുമുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. ജൂബിലിക്ക് വേണ്ടി ദിവസങ്ങളായി അവിരാമം പ്രവർത്തിക്കുന്ന PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പണമുണ്ടാക്കാനും ആഘോഷങ്ങൾ സുതാര്യമാക്കാനും നിങ്ങൾ ഏറ്റെടുത്ത ബുദ്ധിമുട്ടുകളും സമർപ്പണവും ഞങ്ങൾക്ക് മറക്കാനാവില്ല. സുവർണ ജൂബിലി സ്മാരകമായി മനോഹരമായ ഒരു ഗേറ്റ് നിർമ്മിക്കണമെന്ന് ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ തീരുമാനിച്ചതാണ്. അത് ഏറെ മനോഹരമായി അവിടെ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ കരുതുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് അത്ര മനോഹരമായ ഒരു പ്രവേശന കവാടം അവിടെ ഉണ്ടായത്. ഞങ്ങൾ സമീപിച്ച ആരും ഞങ്ങളെ മടക്കി അയച്ചിട്ടില്ല. 50 രൂപ മുതൽ 15,000 രൂപ വരെ തന്ന് ഞങ്ങളെ സഹായിച്ചവരുണ്ട്. അന്നു മുതൽ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന എൻ്റെ ഓഫീസ് സ്റ്റാഫായ ശ്രീ ജിസ്മോൻ, തങ്കച്ചൻ ചേട്ടൻ, എമാനുവൽ ചേട്ടൻ എന്നിവരെയൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവരുടെ പേര് പ്രത്യേകിച്ച് ഈ നന്ദി പറയുന്ന ചടങ്ങിൽ പരാമർശിച്ചത്. ഓരോ രൂപയും നിങ്ങളെല്ലാവരും തന്ന ഓരോ രൂപയും കണക്കുകൾ കൃത്യമായി കുറേയേറെയെങ്കിലും ഇനിയും ഇടാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളേറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും തന്നെയാണ് കരുതുന്നത്. ധനസഹായം നൽകി സഹായിച്ച പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, രക്ഷിതാക്കളുണ്ട്, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ മഹത്തായ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിച്ച പള്ളിയുടെ കൈക്കാരന്മാർ, ട്രസ്റ്റി, സ്കൂളിൻ്റെ അയൽവക്ക വീട്ടുകാർ, നാട്ടുകാർ, ചമലിലെ പ്രിയപ്പെട്ടവരായവർ, കച്ചവടക്കാർ, ചമലിലെ ഓരോ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇന്ന് ഈ പരിപാടി ഇത്ര ഭംഗിയോടും സൗകര്യത്തോടും കൂടി നടത്താൻ സഹായിച്ച ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനം ഒരുക്കിയ യൂണിറ്റി ചമലിനോടുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോടും വിദ്യാർത്ഥികളോടുമുള്ള നന്ദി വാക്കുകളിൽ ഒതുങ്ങാത്തതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്കൂളിലെ കുട്ടികൾക്കും ഞങ്ങൾക്കും ഭക്ഷണം ഒരുക്കുന്ന സുഭദ്രേച്ചിക്കും പ്രത്യേകം നന്ദി. ഈ ആഘോഷം ഒരാളുടെ മാത്രം നേട്ടമല്ല, ഒരുപാട് പേരുടെ കൈകോർത്തു നിന്നുള്ള വിജയമാണെന്ന് ഈ അവസരത്തിൽ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ.
എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇന്ന് നടക്കുന്ന ഈ കലാസന്ധ്യയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.